فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية فأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുടിയത്തൂർ TTQ പഠിതാക്കളെ, ഈ പരിപാടിയിലെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആസാദ് മാസ്റ്റർ, മറ്റു ഉദ്ഘാടനം ചെയ്യുന്ന OC അബ്ദുൽ കരീം മാഷ്, TTQവിൻ്റെ ഡയറക്ടറായ നൗഷാദ് അലി കാക്കവേൽ, അധ്യാപകരെ ആയ യാസിർ സാർ, ഹാഫിദ് റയ്യാൻ, നമ്മളിന്ന് TTQവിൻ്റെ ഖുർആൻ തദ്രീബുൽ ഖുർആൻ 3ാം ബാച്ചിൻ്റെയും കഴിഞ്ഞ 2ാം വർഷത്തെ അവാർഡ് ദാനവുമാണ് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സംതൃപ്തമായ കുറേ കുടുംബങ്ങളെയും കുറേ വ്യക്തികളെയും നമ്മൾ ഈ TTQവിൻ്റെ പഠനത്തിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വെളിച്ചമാകാൻ ഇത്തരം ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഇടയിൽ തന്നെ കുറേ പേര് വളർന്നു വരുന്നതും നമുക്ക് നല്ല സൂചനകളാണ് നമുക്ക് നൽകുന്നത്.
ഇന്ന് പ്രധാനമായിട്ടും ഇന്നിവിടെ നടക്കുന്നത് TTQവിൻ്റെ നമ്മൾ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രയാസങ്ങളുണ്ടെങ്കിലും ഓഫ്ലൈനായിട്ടും ഓൺലൈനിലൂടെ നമ്മൾ കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുറേ സമയം അതിലൂടെ നമുക്ക് ചെലവഴിക്കുവാനും അത് ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനും കഴിഞ്ഞു. എങ്കിലും നമ്മൾ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് കൂടാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിൻ്റെ സംസ്ഥാനതല അവാർഡ് ദാനവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. കൂടാതെ സെൻറ്റർ തല അവാർഡ് ദാനവുമുണ്ട്. ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് അധ്യക്ഷത വഹിക്കുന്നത് ആസാദ് മാസ്റ്ററാണ്. അവരെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ദുൽ കരീം സാറാണ്. നമ്മുടെ ആദ്യത്തെ പഠിതാവും ആദ്യത്തെ ലീഡറുമായിരുന്ന അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ 9 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം പറഞ്ഞതെങ്കിൽ നമ്മൾ ഏറെ വൈകി. അതുകൊണ്ട് തന്നെ കുറേ പേര് നമുക്ക് ആശംസകളായിട്ട് നമ്മുടെ മുന്നിൽ എത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. വിച്ചാലി ഉസ്താദ്, പിന്നെ സൈനുൽ ആബിദ് സുലമി, റഫീഖ് മദനി, അബ്ദുല്ലക്ക്, അതുപോലെ നമ്മുടെ പഠിതാവായിരുന്ന N ജലീൽ ഉസ്താദ്, PC അബൂബക്കർ എന്നിവരെല്ലാം ഇൻഷാ അല്ലാഹ് എത്തിച്ചേരും. നമ്മുടെ ഈ യോഗത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ പഠിതാവായ ആസാദ് മാസ്റ്റർ തന്നെ ഏറ്റെടുക്കുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ യോഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വൈകി ആണ് പരിപാടി ആരംഭിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്തുന്നില്ല. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ. 3ാമത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ട് തന്നെ 3ാം ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട OC അബ്ദുൽ ഖാദർ മാസ്റ്ററെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഖുർആനിൻ്റെ പഠിതാക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ 3ാം വർഷത്തെ TTQ ബാച്ചിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം 2ാം ബാച്ചിൽ സംസ്ഥാന തലത്തിൽ അവാർഡ് നേടിയിട്ടുള്ള റാങ്ക് ജേതാവിനെ ആദരിക്കലും അതേപോലെ പ്രാദേശികമായി നമ്മുടെ കൊടിയത്തൂർ യൂണിറ്റിലെ പഠിതാക്കൾക്കുള്ള സമ്മാന വിതരണവും ഒക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ 9 മണിക്ക് പറഞ്ഞ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ സമയം ഏതാണ്ട് 1.5 മണിക്കൂറോളം വൈകിയിട്ടുണ്ട്. നമുക്കറിയാം, നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു നമ്മുടെ തദ്രീബ് തജ്വീദുൽ ഖുർആൻ TTQ എന്ന് പറയുന്ന ഒരു സംരംഭത്തെക്കുറിച്ച് 2 വർഷം മുമ്പ് അറിഞ്ഞപ്പോൾ അവർ പഠിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി വരികയും എന്നാൽ സ്ത്രീകളുടെ മുമ്പിൽ പുരുഷന്മാർ പരാജയപ്പെട്ട ഒരു പരിപാടിയായിട്ടാണ് അത് മാറിയിട്ടുള്ളത്. ഞങ്ങൾ ആവും പോലെ ശ്രമിച്ചു നോക്കി. പക്ഷേ ഒറ്റ പരീക്ഷയിലും ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു റാങ്ക് പെൺകുട്ടികൾ തന്നില്ല, സ്ത്രീകൾ തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത് എന്നാണ് അതിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 1ാം വർഷം കഴിഞ്ഞു, അതിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ അവാർഡ് ദാനവും അതിൻ്റെ സംസ്ഥാന സംഘവും പൂലൂർ വെച്ച് അതിവിപുലമായ രീതിയിൽ നടന്നു. അപ്പോൾ നമുക്ക് ഈ വർഷമാണ് പെട്ടെന്ന് കഴിഞ്ഞ മാർച്ചിൽ ഏതാണ്ട് ഒരു വർഷത്തോളമായി, ഇന്ന് മാർച്ച് 10 ഏതാണ്ട് മാർച്ച് 11-12 ദിവസങ്ങളായിട്ടാണ് കേരളത്തിൽ ആദ്യത്തെ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് ഒരു വർഷം പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് ശരിയായ രീതിയിൽ അത് കേട്ടുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം കുറേയൊക്കെ കഴിഞ്ഞ വർഷത്തെ പഠിതാക്കൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോഴും നമ്മൾ കുറച്ചുകൂടെയൊക്കെ സാഹചര്യം അനുകൂലമായതുകൊണ്ട് നമുക്ക് ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ടായിരിക്കും പുതിയ ബാച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഖുർആനൊക്കെ നമ്മൾ പഴയ കാലത്തെ ഓതുന്ന ആൾക്കാരാണ്, ഓതി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. എങ്കിൽ തന്നെയും നമ്മൾ അതിൻ്റെ ശരിയായ രീതിയിലാണോ അതിൽ നമ്മൾ പാരായണം ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് എനിക്കിത് ഞാൻ അതിനെ കാണുന്നത്. കാരണം കൂടുതലായിട്ടൊന്നും പഠിക്കാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല, ഒരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ. എന്നാലും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് ഇതിൻ്റെ പാരായണ നിയമങ്ങളും അതിൻ്റെ അർത്ഥ ഗാംഭീര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരം ക്ലാസ്സിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ഉത്തമരെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് കുട്ടികൾക്ക് മദ്രസയും സ്കൂളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ ഖുർആൻ പഠനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനടക്കം നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയും അതിലൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒന്നുകൂടി ഖുർആനിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം നമ്മുടെ ഖുർആനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഹൃദയമാണ്, മാർഗ ദർശനമാണ്, അത് നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരുപാട് ഖുർആൻ്റെ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു പ്രോഡക്റ്റും ഒരു ഉൽപ്പന്നം ഒരു മാർക്കറ്റിൽ കമ്പോളത്തിൽ ഇറങ്ങുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ പ്രായോഗികവൽക്കരിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു മാനുവൽ ഉണ്ടാവും, പ്രോഡക്റ്റ് മാനുവൽ. നമ്മളൊരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് എന്തോ കിട്ടിയാൽ നമ്മൾ ആ മാനുവൽ വെച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അതേപോലെ ഈ ഭൂമിയിലേക്ക് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ അനുദായികതകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു മാനുവലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഖുർആൻ നമ്മൾ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി 2, 3, 4 ഒക്കെ കത്തം തീർക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തീർക്കാറുണ്ട്. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? അതിൽ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു? നമുക്കറിയാം, പഴയ കാലത്തൊക്കെ സഹാബിമാരോടൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകമായിട്ട് മറുപടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ പലതവണ ഇരുന്ന് ആലോചിച്ചിരുന്നു, പഠിച്ചവനെ എന്നൊക്കെ സ്വാധീനിച്ച ഖുർആനിലെ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ വ്യക്തമായിട്ടൊരു ആയത്തൊന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമ്മളൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുന്ന സമയവും അതിൻ്റെ കാര്യമൊക്കെ അത്രയും കുറവാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതേ അവസരം നമുക്ക് പറയാം, ഇപ്പോൾ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്, ഇപ്പോൾ അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും നമ്മളെല്ലാം എത്ര വിവരമില്ലാത്ത ആൾക്കാരെ പഠിച്ചു കഴിഞ്ഞു നമ്മളൊക്കെ തന്നെ. അതേ അവസരം നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ച് പരലോകത്ത് ഇപ്പം നമ്മൾ നമ്മൾ തുടക്കത്തിൽ പാരായണം ചെയ്ത ആയത്തുകളൊക്കെ എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് തുളച്ചു കയറേണ്ട കുറേ സൂക്തങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാരുടെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇത് വായിച്ചു നോക്കുക, ഞാൻ ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ മുൻകൂട്ടി കണ്ടിരുന്നു എന്നൊക്കെ പറയുകയും അങ്ങനെ വളരെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആൾക്കാരെ പറ്റിയും അങ്ങനെ ഒരു വിചാരണമൊന്നും ഇല്ല എന്ന രീതിയിൽ ഇതിനെ മോശമാക്കി കളയുകയും അങ്ങനെ ജീവിതം പാഴാക്കി ഇടത് കൈയിൽ ഗന്ധം ലഭിക്കുന്ന ആൾക്കാർ നരകത്തിലേക്ക് അയക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്, നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വില ഉണ്ടാവും. ഇപ്പം പലപ്പോഴും ചെയ്യലെന്താ, ഇപ്പോൾ ശാസ്ത്രമൊക്കെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യും. ശാസ്ത്രം എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കണ്ടുപിടുത്തം, അപ്പോൾ ശാസ്ത്രം അത് കണ്ടുപിടിച്ച് പറയുമ്പോൾ അപ്പോൾ ഉടനെ ഉള്ളവരാ ഇത് ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ കണ്ടുപിടുത്തങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ഖുർആൻ അങ്ങോട്ട് അതേ അവസരം ഖുർആനിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതൊന്നും ഒരു സംഭവമല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്നലെ വലിയൊരു സംവാദം അക്ബറും അതുപോലെ ജബ്ബാർ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ നടത്തിയിരുന്നു. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. വളരെ പൊള്ളയായ, അതായത് ഇത്രയും ബാലിശമായ കാര്യമാണോ അല്ലെങ്കിൽ അവർ ഇത്രയാണോ മനസ്സിലാക്കിയതെന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ, നമ്മൾക്ക് നമ്മുടെ ജീവിതം നന്നാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു സുവർണാവസരമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ ആൾക്കാർ നിങ്ങളൊക്കെ തന്നെ. അപ്പം ഞാനത് പറയുന്നത് ഇത് പറയുമ്പോൾ നമുക്ക് ഒരു ഉന്മേഷവും താല്പര്യം ഇതൊക്കെ പഠിക്കാനുണ്ട്. അതിനുവേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല. അപ്പോൾ നമ്മളങ്ങനെയല്ല, നമ്മോടാണ് പറയുന്നത് ആദ്യം, എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ സങ്കീർണമായ വളരെ തിരക്കുള്ള മാനസികമായൊക്കെ ഒരുപാട് പിരിമുറുക്കത്തിലുള്ള ഒരു സമയത്ത് നമുക്ക് കുറച്ച് സമയം ഖുർആനുമായി ചിലവഴിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാവിലെ ഇപ്പം പറയാറുണ്ട്, ഇവിടെ 2ാമത്തെ ബാച്ചിൽ നമ്മൾ
ഖുർആൻ ഹിഫ്ലാഗ് TTHQ എന്ന് പറഞ്ഞ ഒരു എച്ചും കൂടെ ഒരു വാക്കുകൂടെ അധികം ചേർത്തു, ഹിഫ്ലും കൂടി നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ഒരു ജുസു മുഴുവൻ ഹിഫ്ലാക്കി രണ്ടാമത് ജുസു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാനൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഞാൻ ഹിഫ്ലാക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ വയസ്സൊക്കെ കുറച്ച് കുറഞ്ഞു വരികയായതുകൊണ്ട് തന്നെ ഓർമ്മശക്തിയും കുറയാണ്. രണ്ടും ഒരേ ദിശയിലാണ് പോകുന്നത്. വയസ്സ് കുറേ അങ്ങനെ ചിരിക്കുമെന്ന് വേണം, വയസ്സ് കുറയാണ്. കാരണം നമ്മൾ ദൈവം അള്ളാഹ് നമുക്കൊരു കോട്ട തന്നിട്ടുണ്ട് ഇത്ര വയസ്സെന്നുള്ളത്. ഓരോ ദിവസവും ഇങ്ങനെ കുറയാണ്. അർത്ഥത്തിൽ ഞാൻ കുറയാന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ പൊതുവെ പറയുന്നത് പ്രായം കൂടല്ല, പ്രായം കുറയാണ് കേട്ടോ. നമ്മൾ ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രായം കുറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താ പറയില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ കാണുമ്പോൾ ചോദിക്കും അങ്ങനെ ഉണ്ട്, ഒരു ബേജാറ് അല്ലെങ്കിൽ ഇങ്ങനെ ആകെ പഠിച്ചൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നു. ആ ബേജാറുണ്ടായാലും നമുക്ക് പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പഠിക്കാനുള്ള ശ്രമം ഉണ്ടായി, നമ്മൾ പഠിച്ചുകൊടുക്കുന്നു, കുറച്ചൊക്കെ മറന്നുപോയാലും നമ്മൾ വീണ്ടും ശ്രമിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ പ്രതിഫലങ്ങളുണ്ട്. അപ്പോൾ നമുക്കുള്ള ഈ നല്ല നല്ല അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ ബാച്ചിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു പഠിതാവെന്നുള്ള രീതിയിൽ നമ്മൾ നേരെ കുറച്ച് വൈകിയതുകൊണ്ടൊക്കെ ഒരു ഉദ്ഘാടകനാവാനും സാധിച്ചു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നത്, അപ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ കുറച്ചുകൂടി ഒരു ക്രിയാത്മകമായി, നമ്മൾക്ക് സമയമുണ്ട്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്നും സമയം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, നമ്മൾ ഒരു ദിവസം നിങ്ങൾ വെറുതെ ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ഒരു പേനയും കടലാസും എടുത്തിട്ട് നിങ്ങൾ രാവിലെ മുതൽ ആ കിടക്കുന്നത് വരെ നിങ്ങൾ എഴുതുക, പരിപാടികൾക്ക് വെറുതെ എഴുതി വെക്കുക. വെറുതെ എഴുതി എന്നിട്ട് നിങ്ങളൊന്ന് അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ കുറേ സമയം വെറുതെ പാഴാക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് നമ്മളൊരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കാര്യം, നമ്മളൊരു സംഗതിയിൽ വിജയിക്കാതെ പോകുന്നതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യബോധമില്ലാതെ ഇത്ര സമയത്തിനുള്ളിൽ നമ്മളൊരു കാര്യം നേടണമെന്നുള്ള ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ എന്താ പറയാം. വളരെ പ്രശസ്തനായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഡ്രീമാണോ ഉള്ളത് അതോ ഗോളാണോ ഉള്ളത്? അപ്പോൾ എല്ലാവർക്കും ഗോളാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഒറ്റ ചോദ്യം ചോദിക്കുക, നിങ്ങൾ ഗോൾ, നമുക്കൊരു ലക്ഷ്യം പറഞ്ഞല്ലോ, ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പം എന്താ ചെയ്യുന്നത്? എത്ര സമയത്തുള്ള നിങ്ങൾ ആ ലക്ഷ്യം നേടും എന്ന് ചോദിച്ചു. ആ കുട്ടികൾ ഒന്നും ചെയ്യുന്നില്ല, സമയം വെച്ചിട്ടില്ല. അപ്പോൾ അത് ഡ്രീമാണ് തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മളൊരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്വപ്നത്തെ, ആഗ്രഹത്തെ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോ കർമ്മ പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ നമ്മൾ ഗോൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജുസു നമുക്ക് ഒരാഴ്ച കൊണ്ട് ജുസു നമുക്ക് പഠിക്കണം, മനഃപ്പാടമാക്കണം എന്ന് നമ്മൾ വെച്ച് ഓരോ ദിവസങ്ങൾ 2-3 ആയത്തെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് എ ഗോൾ. അതൊരു ഗോളാണ്, അല്ലെങ്കിൽ അത് ഒരു സ്വപ്നമാണ്. അപ്പോൾ സാധാരണ വലിയ ആൾക്കാർ പറയുന്നത് ഗ്രേറ്റ് മൈൻഡ്സ് ഹാവ് ഗോൾസ് ആൻഡ് അതേഴ്സ് ഹാവ് വിഷസ് ഓഫ് ഡ്രീംസ് എന്ന് പറയാറുണ്ട്. ഉന്നതരായിട്ടുള്ള ആൾക്കാർ, മഹാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ലക്ഷ്യങ്ങളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സ്വപ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ലക്ഷ്യമാക്കി മാറ്റിക്കൊണ്ട് ഖുർആൻ പഠിക്കുന്നതിന് നമ്മൾ സമയത്തെ ക്രിയാത്മകമായി വിനിയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിച്ചതിനെ അറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ ഒത്തുചേരൽ പഠനങ്ങളും സ്വാലിഹ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഇവിടെ നടന്നിട്ടുള്ള TTKയിലെ ഒരു പഠിതാവാണ് ഞാൻ. സൂചിപ്പിച്ചതുപോലെ ആ ക്ലാസ് മുഴുവനായി ഓഫ്ലൈൻ ഇരുന്നുകൊണ്ട് പഠിക്കാൻ ഈ കൊറോണ നമ്മളെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഓൺലൈനായി പലപ്പോഴും ആ ക്ലാസ്സുകൾ ഞാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് അതിന് സാധിക്കാറില്ല. അതായത് പരമാവധി നമ്മൾ ഓൺലൈനിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ക്ലാസ്സുകൾ അത് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ 20 ഹാലുകളാണ് ഉള്ളത്. അത് പൂർണ്ണമായി അത് കൃത്യതയോടെ മനസ്സിലാക്കാൻ ഇതിൽ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ ഒരു അവസ്ഥ നിങ്ങളുമായി പങ്കിടാം. അപ്പം ഞാൻ എൻ്റെ വീടിനടുത്ത് ഒരു പള്ളിയുണ്ട്, ഒരു നിസ്കാര പള്ളി. ആ പള്ളിയിൽ ഇമാമ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇമാമ നിന്നപ്പോഴേ നമ്മളെ സഹോദരി ഭർത്താവ്, നമ്മളെ അളിയൻ ഔക്കാക്ക പറഞ്ഞു, തെജീവീദിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. തെജീവീദിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായില്ല. ഞാൻ അറബി കോളേജിൽ പഠിച്ചാണ്, ഒരു അറബി അധ്യാപകനാണ്. അപ്പോൾ
ഇന്ന ഭാഗങ്ങളിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അതെനിക്ക് തിരുത്തി തന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. നൗഷാദ് കാക്കാവിൻ്റെ കീഴിൽ നമ്മുടെ യാസിർ സാറ് അധ്യാപകനായി ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ ഞാനും പഠിച്ചത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്കൊരാഗ്രഹം, അങ്ങനെയാണെങ്കിൽ അത് പഠിക്കണമല്ലോ. തജ്വീദിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ അത് പഠിക്കണം. അവനെയാണ് പിറ്റത്തെ വർഷം ഞാനിവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഇനി ക്ലാസ് തുടരുകയാണെങ്കിൽ എന്നെയും ക്ലാസ്സിൽ ഒരു പഠിതാവായി ചേർത്തണം എന്ന് ഞാൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ഒന്ന് പഠിക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതാൻ സാധിക്കുമെന്നുള്ളത്. ഇതൊരു യാഥാർത്ഥ്യം പറയും. ഇപ്പൊ നമ്മുടെ അലിഫ് ലാം മീം എന്നുള്ളത് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്താണല്ലോ. നേരത്തെ അങ്ങനെയാണത്. അപ്പൊ അലിഫ് ലാം മീം എന്ന് നമ്മൾ ഓതും, പക്ഷെ ആ ലാമിനും മീമിനും ഷദ് അവിടെ മദ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ പോലെ അലിഫ് ലാം മീം എന്ന് പറയണം എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം. അപ്പൊ നിസ്കാരത്തിലെ ഓതൽ നമ്മൾ ചിലപ്പോ ലാമ് മദ്ദിന്റെ സ്ഥാനത്ത് നീട്ടും, അല്ലെങ്കിൽ മീം നീട്ടും, ഏതെങ്കിലും ഒന്നിനൊരു കുറവുണ്ടാവും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അത് എന്ത് പറയുക, അത് ക്ലിയർ ആയി. അതേപോലെ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം യാസിർ സാർ വളരെ കൃത്യമായി നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ഇടയ്ക്ക് നമ്മളെ നൗഷാദ് കാക്കയിൽ വന്നു നമ്മളെ ചിന്തിപ്പിച്ചു രസിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായ ക്ലാസ്സുകളാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഈ ഒരു സംഗതി പരീക്ഷ എഴുതാൻ സാധിച്ചില്ല, അതിന് കുറെ കാരണങ്ങളുണ്ട്. ഇപ്പൊ സാധാരണ മുമ്പൊക്കെ പരീക്ഷ എഴുതാഞ്ഞാലും മാർക്ക് കുറഞ്ഞാലും ആ ക്ലാസ്സിൽ രണ്ടാമത് ഇരുത്തല തോറ്റു എന്ന് പറഞ്ഞാല്. അതേമാതിരി ഇനിയുള്ള ക്ലാസ്സിൽ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഞാൻ വന്ന് ഇരുന്ന് പഠിച്ചോളാം, അടുത്ത പ്രാവശ്യം സുഖമായിട്ട് പരീക്ഷ ചെയ്താലോ ബാക്കിയുള്ള സംഗതികളൊക്കെ. അതിന് ചാൻസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് ഹാലുകൾ മനസ്സിൽ ഓർമ്മയുണ്ട്, പക്ഷെ കുറെ നമുക്ക് ഈ ടച്ച് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ ഒന്ന് പറയാൻ കാരണം ഇപ്പൊ സൂറത്തുൽ ഫുർഖാൻ നമുക്ക് ബൈഹാർട്ടാക്കാൻ ഹിഫ്ളാക്കാൻ വരും. അപ്പൊ ഓരോ ആഴ്ചയിലും 4-5 ആയത്തുകൾ മാത്രം പഠിക്കാം. ഞാനൊരു ലേണിംഗ് എടുക്കുന്നുണ്ട്. ആ ലേണിംഗ് എടുക്കുന്ന വിദ്യാർത്ഥികളോട്, അപ്പൊ അതിന്റെ പ്രായമുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാർ വളരെ കുറവാണ്. അപ്പൊ അവരോട് ഞാൻ പറയലും നിങ്ങൾക്ക് ഹിഫ്ളാക്കണം. ഒരു ദിവസം ഒരു ആയത്ത് പഠിച്ചാൽ മതിയാണ്. ഒരു 5-6 ആയത്തുകളെ മാത്രമേ എടുക്കുള്ളൂ. ഒരു ദിവസം ഒരു ആയത്ത് പഠിച്ചാൽ പിറ്റത്തെ ആഴ്ച വരുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയിട്ട് മുഴുവനായിട്ട് പഠിക്കാം. അപ്പൊ അതേപോലെ ഓരോ ആയത്തുകള് ഫുർഖാനില് അന്ന് കൃത്യമായിട്ട് പഠിച്ചിരുന്നു, പക്ഷെ പിന്നെ എനിക്ക് ടച്ച് വിട്ടുപോയി. ഏകദേശം 40ഓളം ആയത്തുകൾ അതിൽ ഞാൻ മനപ്പാടാക്കിയിരുന്നു. പിന്നെ ഇബാദുർ റഹ്മാൻ നടന്നിട്ട് നേരത്തെ ഹിഫ്ളാണ്. അപ്പൊ കുറച്ച് ആയത്തുകളെ ഇനി ബാക്കിയുള്ളൂ. പക്ഷെ അത് പാരായണം ചെയ്യാത്തതിന്റെ കുറവ് കാരണം ഇപ്പം പലപ്പോഴും അത് ഓതാൻ കഴിയാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇപ്പൊ ഈ വിശുദ്ധ ഖുർആനിൽ അത് അഴിച്ചിട്ട കുതിരയെ പോലെയാണ്. അഴിച്ചിട്ട കുതിര അതിങ്ങനെ കെട്ടഞ്ഞ് പോകണ ഇങ്ങനെ പോകും. നേരത്തെ വരെ നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിരന്തരമായി അത് പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഏതായാലും വളരെ ഈ വിശുദ്ധ ഖുർആന്റെ ഈ പഠനം, ഈ തജ്വീദിന്റെ ഈ പഠനം വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അടുത്തത് അവാർഡ് ദാനമാണ്. സംസ്ഥാനതല അവാർഡ് ദാനമാണ്. 1ാം സ്ഥാനം 2ാം വർഷത്തെ ബാച്ചിലെ 1ാം സംസ്ഥാനതല അവാർഡിന് 1ാം റാങ്ക് ഖൈറുന്നിസ അഷ്റഫ് അവർ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് ശേഷം സംസ്ഥാനതല 3rd റാങ്ക് സുബൈദ വി.കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആവശ്യമെങ്കിൽ പിന്നീട് സംസാരിക്കാം. ഈ വിഷയം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. സംസ്ഥാനതല റാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലയിലാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അതിൽ ഇത്രയും സെൻറ്ററുകളിൽ പരീക്ഷ എഴുതിയിട്ട് 90 മാർക്കാണ് അല്ലേ?
90 ഇപ്പോൾ നമ്മൾ 91 91 മാർക്ക് വാങ്ങി ഹൈറുനിസ എ 1ാം റാങ്ക് വാങ്ങിയിരിക്കുകയാണ്. ഓഫ്ലൈൻ പ്രോഗ്രാം നടത്തുകയായിരുന്നെങ്കിൽ എല്ലാ സെൻറ്ററിലെയും പഠിതാക്കൾ ഒന്നിച്ചിരുന്നുള്ള ഒരു സംഗമത്തിൽ വെച്ചായിരുന്നു നൽകുക. പക്ഷേ അത് നടക്കാത്തത് കൊണ്ട് നമ്മളൊരു ഓൺലൈനിൽ അത് പ്രഖ്യാപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വരികയും ആദ്യം തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് മൊമെൻറ്റോ വിതരണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനൊരു അവസരം കൊടിയത്തൂർ സെൻറ്റർ ഒരുക്കി തന്നതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ 3ാം സ്ഥാനം നേടിയത് സുബൈദ വി കെ ആണ്. ആ സുബൈദയെയും വളരെ പ്രത്യേകമായി സന്തോഷം അറിയിക്കുകയാണ്. 3ാം റാങ്ക് 2 പേർക്കാണുള്ളത്. ഒന്ന് അരീക്കോടാണ്, അതേപോലെ ഒന്നുകൂടെ 2nd റാങ്ക് വന്നത് അരീക്കോടാണ്. ഏതായിരുന്നാലും നന്നായി പഠിച്ചിട്ടുണ്ട്, നന്നായി വർക്ക് ചെയ്ത 2 സെൻറ്ററുകളാണ്. ഒന്ന് അരീക്കോടും ഒന്ന് കൊടിയത്തൂരും. രണ്ടും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റിയിരുന്നു. അതിൻ്റെ വർക്കുകൾ പഠനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നന്നായി ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ചെയ്ത 2 ടീമാണ് അരീക്കോട് കൊടിയത്തൂർ. അതിൽ ഒന്നും കൂടെ മെച്ചപ്പെട്ട് പറയുകയാണെങ്കിൽ കൊടിയത്തൂരാണ് കുറേ കൂടെ മെച്ചപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഓൺലൈൻ സംഗമം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒന്ന് കൈവെക്കാമോ? കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു അവസരം ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താം. ഓൺലൈൻ സംഗമം കണ്ടിട്ടില്ലാത്ത. ഓക്കെ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ കൈ എത്തുന്നു. എല്ലാവരും കണ്ടതാണ്, സന്തോഷം. ശരി, അപ്പോൾ ഒരിക്കൽ കൂടെ 1, 3 റാങ്കുകാരായ കൊടിയത്തൂർ പഠിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് ജീവിതത്തിൽ ഉടനീളം ഖുർആൻ പാരായണം മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ആശയ പഠനം കൂടെ നടത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും നമ്മൾ കണ്ടു, നാസ്തികരായ ആളുകളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത് ഖുർആനിൻ്റെ പഠനം നടക്കുന്നു എന്നതുകൊണ്ടാണ്. ഖുർആനിൻ്റെ പഠനം സജീവമായി നടന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഖുർആനിനെ പരിചയപ്പെടുത്താൻ ആളുകളില്ലാതെയായി പോകുമോ എന്ന് അങ്ങനെ ഒരു പേടി വേണ്ട. അല്ലാഹ് അത് കൊണ്ടു നടക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. എന്നിരുന്നാലും അതിലൊരു ഭാഗവാക്കാവാൻ നമുക്കും കഴിയണം. ആ നിലയിൽ ഖുർആനിനെ എല്ലാ അർത്ഥത്തിലും പഠന വിധേയമാക്കാൻ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ആ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു തിരി തെളിക്കൽ മാത്രമാണ് TTQ നടത്തിയിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ഉത്തരവാദിത്വമാണ്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ മറന്നുപോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം TTQക്കോ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കോ ഇല്ല. അള്ളാഹു നിങ്ങളോടാണ് ചോദ്യം ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യനായ ഗുരുനാഥന്മാർ നൗഷാദ് കാക്കവയൽ, യാസിർ സാർ, അതുപോലെ മറ്റ് പഠിതാക്കളും അധ്യാപകരുമൊക്കെ ആയിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പല ചെറുതും വലുതുമായ സമ്മേളനങ്ങൾ, കൂടിച്ചേരലുകൾ നടക്കാറുണ്ട്. ആ കൂടിച്ചേരലുകളിലൊക്കെ വേറിട്ട് നിൽക്കുന്ന അല്ലാഹുവിങ്കൽ ഏറ്റവും സ്വീകാര്യമായ അനുഗ്രഹീതമായ അല്ലാഹു അവൻ്റെ പൊരുത്തവും പ്രീതിയുമൊക്കെ നൽകി തുണയായി നിൽക്കുന്ന ഒരു മഹാസംഗമത്തിലാണ്, ആളുകൾ കുറവാണെങ്കിലും ഒരു മഹാസംഗമത്തിലാണ് നാം ഇപ്പോഴുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ലോകത്തുള്ള മൊത്തം മനുഷ്യരെ കണ്ടുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈർ, ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പഠിക്കുക, പഠിപ്പിക്കുക.
ഒരു വലിയ നിരയുടെ പിന്നിൽ അണിചേർന്നവരാണ് നമ്മൾ. ആ നിര സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവരുടെ പിൻനിരയിൽ നാമും അണിചേർന്നിരിക്കുകയാണ്. അവരെപ്പോലെ യോഗ്യതകൾ അവകാശപ്പെടാനില്ലെങ്കിലും ആ സംഘത്തോടൊപ്പം ചേരുന്നു എന്നത് തന്നെ വലിയൊരു യോഗ്യതയാണ്. ഞാൻ ഒരുപാട് കാലം കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ച ഒരാളാണ്. ഏകദേശം ഒരു 40 കൊല്ലം, 40-40ലധികം. അത്യാവശ്യം തജ്വീദ് പഠിച്ചിട്ടുണ്ട്. അത് പ്രാക്ടിക്കലായും പറഞ്ഞു കൊടുക്കാനും കഴിയും. പക്ഷേ ഇത് ഒരു സവിശേഷമായ പഠന രീതിയാണ്. പഠിക്കുന്ന ആളുകൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കും വളരെ എളുപ്പം നൽകുന്ന ഒരു സംവിധാനമാണ് TTQവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പഠന രീതി എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 20 ഹാലുകൾ, ആ 20 അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് നമ്മൾക്ക് പകർന്നു നൽകുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം ആണ് ഈ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ ചേരുകയും ചെയ്തത്. ഇതുപോലെ ഉസ്താദ് നൗഷാദ് സാറിൻ്റെ ഒരു പരിശീലന ക്ലാസ് തിരൂർ വെച്ച് നടന്നിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തോട് ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് ആ ക്ലാസ്സിലൊന്ന് പങ്കെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ കൊടിയത്തൂരിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ ചെറുവാടിക്കാരൻ, എന്നെ അറിയുന്നവരായിരിക്കും പലരും, അല്ല അറിയോ? ഞാൻ കൊടിയത്തൂർ വാദി റഹ്മ അൽ ഇസ്ലാം ഓർഫനേജിലും അതിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് സ്കൂളിലുമായിട്ട് കഴിഞ്ഞ 89 മുതൽ ആ കുന്നിൻ്റെ മുകളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ കാരണവർ വന്നതോടുകൂടി സെൻഡ് ഓഫ് ഒന്നും തരാൻ കഴിയാതെ തൽക്കാലം അവിടെ ഇറങ്ങിപ്പോന്നതാണ്. കൊറോണക്കൊക്കെ വന്നപ്പോൾ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അത്രയും കാലം ഖുർആനുമായിട്ട് തന്നെയാണ് ബന്ധം. അപ്പോൾ ഇത് നേരത്തെ കിട്ടേണ്ടിയിരുന്ന ഒന്ന് വൈകി കിട്ടി എന്നതിലാണ് എൻ്റെ സങ്കടം. തൂമ്പിൽ ആണിത് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും ഞാൻ ഈ രംഗത്ത് തന്നെ ഉണ്ട്. ടെൻഷൻ സ്കൂളിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് ഈ രംഗം വിട്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആൻ മൊത്തം കാണാതെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. കുറേ ബൈഹാർട്ടുണ്ട്, അതിനുള്ള വേദിയുമുണ്ട്. കാരണം തറാവീനൊക്കെ ഇമാം നിൽക്കുന്നുണ്ട്. കൊടിയത്തൂരിലാണ് എൻ്റെ തട്ടകം വളരെ കാലമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ സൂറത്ത് യൂനുസ് അൽഹംദുലില്ലാഹ് പഠിക്കാൻ സാധിച്ചു. അതിനുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പള്ളിയിൽ ഇമാം നിൽക്കുന്നത് കൊണ്ട് പഠിച്ചതൊക്കെ മറന്നു പോവും, വീണ്ടും ആവർത്തിക്കും. അങ്ങനെ തുടർന്ന് അതിൻ്റെ ആ ബന്ധം വിടാതെ നിരന്തരം പഠിക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ ഇരുന്നാൽ ഒരു പേജൊക്കെ പഠിക്കാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ കേവലം സാധാരണ ഈ അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും. അൽഹംദുലില്ലാഹ് വലിയൊരു അനുഗ്രഹമാണ്. അത് പഠിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ രൂപത്തിൽ ബന്ധപ്പെടുന്നു. പക്ഷേ പഠിച്ചതൊക്കെ ആ രൂപത്തിൽ ഓതാൻ കിട്ടുമെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഏതായാലും നമസ്കാരത്തിൽ അത് സർവിക സർവണം നടത്താൻ കഴിയുന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. മറ്റു ജോലികളൊന്നും ഏറ്റെടുക്കാതെ ചുള്ളിക്കാപ്പറമ്പിലെ നമ്മളുമായി ബന്ധപ്പെട്ട പള്ളിയിൽ ഇമാമത്തും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നു. പറഞ്ഞു വന്നത്, തജ്വീദ് എന്നത് ഖുർആൻ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തജ്വീദ് ഇല്ലാതെ ഖുർആൻ ഓതിയാലും ഓത്താവും, അതിനൊക്കെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകിയേക്കാം. പക്ഷേ അത് മെച്ചപ്പെടുത്തി ചെയ്യുന്നതാണല്ലോ അള്ളാഹുവിന് ഇഷ്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഏറ്റവും മെച്ചത്തിൽ ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. ചെയ്യാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ അതതിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥയിൽ ചെയ്യുക. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുന്ദരനാണ്. ആ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ
വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് പാരായണം ചെയ്യണമെങ്കിൽ അതിൻ്റെ പാരായണ നിയമങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാവും. എങ്ങനെയെങ്കിലും ഓതിയാൽ അത് പലപ്പോഴും ഖുർആനിൻ്റെ ആശയത്തോട് തന്നെ ചെയ്യുന്ന കൊലച്ചതിയായിരിക്കും. ഈ ഭൂപരിഷ്കരണ നിയമം EMSൻ്റെ കാലത്ത് വന്നപ്പോൾ അതിൻ്റെ മുന്നോടിയായി മണ്ണൊരുക്കാൻ വേണ്ടി കേരളത്തിലുടനീളം ഓടി നടന്ന് പ്രസംഗിച്ചൊരു പ്രാസംഗികനുണ്ടായിരുന്നു. അന്നൊക്കെ ഈ ഖുർആൻ ഓതിയിട്ട് ആളുകളെ കുപ്പിയിലാക്കിയ ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആ പ്രാസംഗികൻ ഓതിയത് തമാശയായി പറയാറുണ്ട്, കലകലക്കും മാഫിൽ അർളി ജമിയ, കലകലക്കും മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിച്ചത്. അർത്ഥം മൂപ്പര് പഠിച്ചിരുന്നു. പക്ഷേ ഈ കലകലക്കൽ എന്താണെന്നുള്ളത് സംഭവം ഇതുപോലെയാണ്. പലരും ഖുർആൻ ആയത്തുകളൊക്കെ ഓതുന്നുണ്ട്. ഇപ്പം അടുത്ത് ഒരു അതുപോലുള്ള പ്രാസംഗികൻ ഓതുന്ന അല്യവുമു അക്മൽത്തുലക്കും, അങ്ങോട്ട് വിട്ടൂട് തന്നെയാണ്. ഇതെന്താണെന്നൊന്നും നോക്കേണ്ടിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന ധാരണ തജ്വീദ് പഠിക്കുമ്പോഴേ നമുക്കുണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥവും ആശയവും അതിൻ്റെ സന്ദേശവും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ തജ്വീദ് പഠനം അനിവാര്യമാണ്. അത് പഠിച്ചേ മതിയാവും. അത് പഠിക്കണോ, നബി അങ്ങനെ പഠിപ്പിച്ചണോ എന്ന് വെച്ചാൽ നബി അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. നബി തജ്വീദ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നബി പഠിപ്പിച്ചത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ആ ശിഷ്യന്മാരിൽ ഏറ്റവും സുന്ദരമായി ഓതുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ് പെരുപ്പിക്കുകയല്ല, ഒരാശംസയാണ് എൻ്റെ രംഗം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇത്രയും കാലം ഖുർആൻ എടുത്തിട്ടും അതിൻ്റെ ആസ്വദിക്കാൻ കഴിഞ്ഞത് ഈ TTQവുമായി ബന്ധപ്പെട്ട സമയത്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ കുറേ കൂടി സുന്ദരമായി എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അവർ സങ്കടത്തിലാണ് ഞാനുള്ളത്. കാരണം അതിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർ നമ്മളെ കൂടെ, ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽക്കാണ് ഞാൻ അവിടെ ഇംഗ്ലീഷ് സ്കൂളിൽ ഖുർആൻ എടുത്തിരുന്നത്. അവരെ കൂടെ അങ്ങനെ ഇത് പറയുമ്പോൾ അവർ വളരെ ആ താളത്തിൽ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളെയൊക്കെ ശീലിപ്പിക്കാൻ പറ്റും. നമ്മൾ പഠിച്ചത് നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെക്കാതെ നമ്മുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് അത് പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉയരുകയുള്ളൂ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. പഠിച്ചത് ഒരിക്കലും ഒളിപ്പിച്ച് വെക്കാനുള്ളതല്ല, അത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും വലിയ അത്ഭുതം അത് തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടു, നേരത്തെ നൗഷാദ് സാർ പറഞ്ഞ മാതിരി. അപ്പോൾ അവസാനം നമ്മളെ ജബർ പറഞ്ഞത് കൈ എങ്ങനെ പുറത്തെടുക്കുക എന്നാണ്. മൂപ്പർക്ക് അതുപോലും അറിയില്ല, കൈ എങ്ങനെയാണ് പുറത്തെടുക്കുക എന്ന്. പിന്നെ അങ്ങനത്തെ കുട്ടികളോടൊന്ന് സംസാരിക്കാനാണ്. കൈ പുറത്തെടുക്കൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരണമെന്നാണ്. അതായത് ഖുർആൻ ഇവിടെ KCC അറിയാം, പിന്നെ അഹമ്മദിയ പ്രസ്ഥാനവുമായിട്ട് അഞ്ചുമൻ ഇഷാഅത്ത് സംവാദം നടത്തിയിരുന്ന, നിരന്തരമായി അവരെ ഒന്നുമല്ലാതാക്കിയൊരു സംവാദങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു. ആ വേദിയിലൊരിക്കൽ ഒരു വിദ്വാൻ പ്രസംഗിച്ചു. മറുഭാഗത്തുള്ളൊരു വിദ്വാൻ, ഞാൻ പരിശുദ്ധ ഖുർആൻ മുഴുവൻ തെരഞ്ഞു, എന്നിട്ട് അതിലൊന്നും ഖാതമുൻ നബിയീൻ അന്ത്യപ്രവാചകൻ അർത്ഥം കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അതിലെ സരസനായ പ്രാസംഗികനുണ്ട് കാക്കിരി അബ്ദുള്ള സാഹിബ്. അയാൾ ചോദിച്ചു, മറ്റേയാളെ പേര് വിളിച്ചിട്ട്, അല്ല സാറേ, ഞാനും നിങ്ങളൊക്കെ ഖുർആനിൽ തെരഞ്ഞാൽ വല്ല മുടിയട്ടം വീണെങ്കിൽ കിട്ടുന്നല്ലാതെ ഖാതമുൻ നബിയീൻ എവിടുന്നാണ് അന്ത്യപ്രവാചകൻ അർത്ഥം കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നമാതിരി ഈ ജബ്ബാറൊക്കെ തെരഞ്ഞാൽ വല്ല മുടിയട്ടം വീണെങ്കിൽ കിട്ടും. അങ്ങനെ ഖുർആൻ പഠിക്കേണ്ടത് അതിനോടുള്ള ആഭിമുഖ്യത്തോടു കൂടിയാണ്. എന്ത് കാര്യത്തിനാണോ ഖുർആൻ ഇറങ്ങിയത് ആ താല്പര്യത്തോടു കൂടി അത് പഠിക്കുമ്പോഴേ അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുള്ളൂ. അല്ലാത്തവർ തെരഞ്ഞാൽ ഇതേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനെ നമ്മൾ ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കുക, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ അതിൻ്റെ ആദ്യ പടിയാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ് അതിൻ്റെ പാരായണം ഭംഗിയായി പഠിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ നൗഷാദ് സാറ് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ഏറ്റവും മഹത്തരമായ ഒരു സംവിധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യാസർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ, പഠിതാക്കളായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും
അള്ളാഹു സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുമാറാകട്ടെ. നമ്മയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വേദിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലാഹുമ്മ റഹംനാ ബിൽ ഖുർആൻ വജ്അൽഹു ലനാ ഇമാമൻ വനൂറൻ വഹുദൻ വറഹ്മ. അല്ലാഹുമ്മ ദക്കിർനാ മിൻഹു മാ നസീനാ വഅല്ലിംനാ മിൻഹു മാ ജഹിൽനാ. അല്ലാഹുമ്മർസുഖ്നാ തിലാവതഹു ആനാഅൽ ലൈലി വഅത്റാഫൻ നഹാർ വജ്അൽഹു ലനാ ഹുജ്ജതൻ യൗമൽ ഖിയാമത്തി യാ റബ്ബൽ ആലമീൻ. വജ്അൽഹു ലനാ ഹുജ്ജതൻ യൗമൽ ഖിയാമത്തി യാ റബ്ബൽ ആലമീൻ. വജ്അൽഹു ലനാ ഹുജ്ജതൻ യൗമൽ ഖിയാമത്തി യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തത് KCC ഓർഗനൈസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി മുഹമ്മദിൻ ഖാതിമിൽ അൻബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട സഹോദരൻ നൗഷാദ് കാക്കവയൽ, യാസർ, അതുപോലെ മറ്റുള്ളവർ, വളരെ മഹത്തായ ഒരു സദസ്സിലും അനുഗ്രഹീതമായ ഒരു നൃത്തത്തിലുമാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആൻ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ അർത്ഥവും ആഴവും പരപ്പും, അതിനോടൊപ്പം ഏറ്റവും ആകർഷകമായ അതിൻ്റെ പാരായണവും അത് വല്ലാതെ ആൾക്കാരെ ആകർഷിക്കാറുണ്ട്. ഒരു ചെറിയ സംഭവം അല്ല, വലിയ സംഭവം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാനിവിടെ അത് ആവർത്തിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ ആദ്യ കാലഘട്ടം നമുക്കറിയാം. ആദ്യമായി പുരുഷന്മാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് അറിയില്ലേ? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം മുഖേന കുറേ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അതിശക്തമായി ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നബിയിൽ വിശ്വസിച്ചവരെയും അദ്ദേഹത്തിന് സഹായം ചെയ്യുന്നവരെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടുന്ന ഒരവസരവും അവർ ഉപയോഗിക്കാതിരിക്കാറില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. ശബ്ദത്തോടുകൂടെ, രഹസ്യമായ അല്ല, അല്പം ഉച്ചത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യും. പാരായണം ചെയ്യുന്ന ഈ ഖുർആനിൻ്റെ, നമുക്ക് നമ്മുടെ മാതൃഭാഷ അറബിയല്ലല്ലോ. അറബി ഉച്ചരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറബി എന്നാണല്ലോ പറയുക. അറബി എന്നല്ലല്ലോ. ഐന്, അതുപോലെ വാദ്, അതിൻ്റെ ഒക്കെ ശരിയായ മഹ്റജയിൽ അത് കേൾക്കുമ്പോൾ അതിന് വല്ലാതെ ഒരു ആകർഷകത്താണ്. ഞാൻ ഓർത്തു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ചേർന്ന് വേറൊന്ന് പറയാം. അറബി നാട്ടിൽ ഒരല്പകാലം ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. കടകളിൽ പോകുമ്പോൾ ചെറിയ കുട്ടികൾ, പെണ്ണുങ്ങളെ അവരുടെ ഈ പർദ്ദയുടെ അറ്റം പിടിച്ചിട്ട് താൽ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്നത് എൻ്റെ മനസ്സിൽ വല്ലാതെ ഉടക്കി. താൽ, നമ്മളൊരു കുട്ടി താൽ എന്ന് ശരിക്കും അയിന് ഉച്ചരിക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. കൃത്യമായ ഉച്ചാരണ ശൈലിയോടുകൂടെ, അതാതിൻ്റെ ഉച്ചാരണത്തിൻ്റെ അതിൻ്റെ മഹ്റജയിൽ നിന്ന് തന്നെ അറബി ഭാഷ ഉച്ചരിക്കുകയും അത് വിശുദ്ധ ഖുർആൻ പോലെ അല്പം ഈണത്തിൽ, അതിൻ്റെ ഇമ്പത്തിൽ അഥവാ തജ്വീദോടുകൂടെ അത് പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വല്ലാതെ ഒരു ആകർഷകത്വമാണ്. സംഭവിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പലരും അത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് വന്നിരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അറിയാതെ പരിസരത്തായിട്ട് കേൾക്കുന്ന രീതിയിൽ വന്നിരിക്കാറുണ്ട്.
ഇത് ഖുറൈശികളെ വല്ലാതെ അരോസരപ്പെടും. അബൂബക്കർ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി. മാത്രമല്ല പലരും നാട് വിട്ടതുപോലെ അദ്ദേഹവും നാട് വിടാൻ തീരുമാനിച്ചു, ഹിജറ ചെയ്യാൻ തീരുമാനിച്ചു. ആ അവസരത്തിൽ അബൂബക്കർ ഒരു സാധാരണ മനുഷ്യനല്ല, എന്ന് വെച്ചാൽ ഒരു നോർമൽ ആയിട്ടുള്ള ആളല്ല. എല്ലാവർക്കും പരമാവധി സഹായം ചെയ്യുകയും തൻ്റെ ധനം മുഴുവൻ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി അർപ്പിച്ചതാണ്, അഥവാ ആ വകയിൽ ചെലവഴിച്ചതാണ്. ഇസ്ലാമിന് വേണ്ടി അർപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാനും ആ വഴിയിലും ചെലവഴിച്ചു എന്ന അർത്ഥം. നമ്മുടെ നാട്ടിൽ പലരും ദൈവത്തിന് വേണ്ടി സമ്പാദിക്കുന്നുണ്ട്. ആ ദൈവത്തിന് വേണ്ടി സമ്പാദിക്കുന്ന പരിമിതമായ ചില ആൾക്കാരുടെ ഉപജീവനത്തിനും അവരുടെ സാമ്പത്തികമായ വർധനവിനും അവരുടെ സൂക്ഷിപ്പിനും അവരുടെ സ്വത്തിനും വേണ്ടിയാണ്. അങ്ങനെയാണ് ദൈവത്തെ സംരക്ഷിക്കലും ദൈവത്തെ ഇതാക്കാറുള്ളത്. ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ, അത് വേറൊരു വശമാണ്. അങ്ങനെ വളരെയേറെ സമ്പത്ത് എല്ലാ നിലക്കും എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം പോകാൻ തീരുമാനിച്ചപ്പോൾ പ്രമുഖനായ ഒരു വ്യക്തി, ദഹിയത്തുൽ കൽബി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം അബൂബക്കർ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല. ഒരു നാട്ടിന് ഒരു മനുഷ്യനെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളെയാണ്, അതുകൊണ്ട് പോകാൻ പാടില്ല, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് ഖുറൈശികളോട് പറഞ്ഞപ്പോൾ അബൂബക്കർ ഈ പാരായണമായിട്ട് ഖുർആൻ ഓതുക, അത് കേൾപ്പിക്കുക എന്നുള്ള രീതിയിൽ ആ രീതിയിലല്ല പറഞ്ഞത്, അത് പറ്റൂല എന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ചു. അപ്പോൾ ദഹിയത്തുൽ കൽബി പറഞ്ഞു, ഞാൻ അഭയം നൽകാം, ഞാൻ ജാറാണ് അബൂബക്കറിന്, എന്ത് ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അഭയം ഏറ്റെടുത്ത് അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കാൻ അവർ സമ്മതിച്ചു. തുടർന്ന് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഹിജ്റ പോകേണ്ടി വന്നു, വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ള വേറൊരു സംഭവം. ഞാൻ പറയുന്നത്, ഒരാളുടെ ഖുർആൻ പാരായണം കേട്ടിട്ട് ആ പാരായണത്തിലൂടെ ഈ ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും സാധാരണ മനുഷ്യന്മാരും ഒക്കെ തന്നെ പിന്നെ ഇരുട്ടത്ത് ആരും അറിയാതെ ആരും വരലുണ്ടാവില്ല, ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വന്നിട്ട് അത് കേൾക്കാനും ആസ്വദിക്കാനും സന്നദ്ധമായിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിൻ്റെ ഈ ആകർഷണീയത കാരണത്താലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത് നമ്മളെ പിന്നെ എന്താ കല്ലറമുട്ടുള്ള ഇടയിലൂടെ പോണ മാതിരി പോയാൽ അത് അത്ര ആകർഷകമാവില്ല. ഈ കല്ലറമുട്ടയിൽ കൂടെ കാളവണ്ടി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുക? അതുപോലെ പോയിട്ട് കാര്യമില്ലല്ലോ. വളരെ സ്മൂത്തായി ഇമ്പമാർന്ന ശബ്ദത്തിൽ അതിൻ്റെ നിയമങ്ങളോടുകൂടെ അത് ആകർഷണീയതയോടുകൂടെ അത് പാരായണം ചെയ്യുമ്പോഴേ അത് ഉണ്ടാവുകയുള്ളൂ. അത് ഈ കാര്യത്തിൽ ഭാഗവക്കാകാൻ പറ്റാത്ത, നിവൃത്തിയില്ല, അതിന് സംബന്ധിക്കാൻ സാധിക്കാത്ത ഒരാൾ ഞാനിത് ആശംസ ഇതിന് നേരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല, ഞാൻ വളരെ പ്രയാസത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ കർമ്മത്തിന്, ഈ കാര്യത്തിന് ആശംസ നേരുന്നത് എന്നുകൂടി പറയുകയാണ്. അള്ളാഹു നമുക്ക് ഏതായാലും ഇതിനോട് സ്നേഹിക്കാനെങ്കിലും താല്പര്യം കാണിക്കാനെങ്കിലും എനിക്ക് സാധിച്ചല്ലോ എന്നുള്ളത് മാത്രം കണ്ടുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ കാര്യത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കട്ടെ. ഖുർആനിൻ്റെ ആൾക്കാരായി തീരാനും അതിൻ്റെ പഠിതാക്കളായി തീരാനും അതിൻ്റെ ജീവിതത്തിൽ പകർത്തുന്നവരായി തീരാനും ഒക്കെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സംരംഭം നമ്മളുടെ ജീവിതാവസാനം വരെ തുടരാനും തുടർന്ന് അടുത്ത തലമുറക്ക് കൈയേൽക്കാനും അതങ്ങനെ കൈമാറാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആരും നൗഷാദ് സാർ പറഞ്ഞതുപോലെ ആരും നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അള്ളാഹു ഈ കാര്യം, അള്ളാഹുവിൻ്റെതാണ് ഈ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെതാണ് ഈ വാക്യം. അള്ളാഹ് അങ്ങനെ ഒരാൾ പിന്തിരിയാണെങ്കിൽ എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് പ്രകാരം ഈ കാര്യത്തിന് ഇതിനെ ഉയർത്തിപ്പിടിക്കാൻ അത്യുന്നതരായ ആൾക്കാരെ അള്ളാഹു തആല നിലനിർത്തുക തന്നെ ചെയ്യും. അതാരും
പിന്നെ മെനക്കെട്ട് വന്ന് ഇല്ലെങ്കിലും ഉണ്ടായി തീരും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആൾക്കാരുണ്ടാവുന്നുള്ള ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമുക്കൊരു ചാരിതാർത്ഥ്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. നമ്മൾ ഇതിൻ്റെ ആൾക്കാരാണല്ലോ, അതുകൊണ്ട് നമ്മളും കൂടി ഇതിൻ്റെ വക്താക്കളായി തീരുകയാണല്ലോ എന്ന ഒരു സന്തോഷവും സംതൃപ്തിയും അത് മുഖേന പടച്ച തമ്പുരാൻ പ്രതിഫലവും നമുക്ക് ആഗ്രഹിക്കാം. അള്ളാഹു നമുക്കതിൽ തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് നമ്മുടെ സെൻറ്റർ തല അവാർഡ് ദാനമാണ്. ഷാക്കിറ ടി പി. അടുത്തത് സഫിയ കെ. ഐഷ സി. അടുത്ത് ഫാത്തിമ ടി. ഷഹർബാൻ പി വി ഒന്നല്ലേ. സജിന പി. റസീന കെ. ബഹുശാ है. സുബൈദ ടീച്ചർ സി എച്ച്. അടുത്തത് വിവിധ മത്സരങ്ങളിലെ വിജയികളാണ്. ഫസ്റ്റ് കിറാത്ത്, ഫസ്റ്റ് ഖൈറുനിസ എ. സെക്കൻഡ് നിസാർ, 2 സെക്കൻഡ് ഉണ്ട്. നിസാർ. ഒരു സെക്കൻഡ് സുബൈദ വി കെ. തെഹജിയില് ഫസ്റ്റ് ഖൈറുനിസ. സുബൈദ വി കെ. സെക്കൻഡ് സുബൈദ വി കെ. തേർഡ് റസീന. അടുത്തത് നമ്മുടെ സംസ്ഥാന തലത്തിൽ റാങ്ക് വാങ്ങിയവർക്ക് നമ്മുടെ സെൻറ്റർ നൽകുന്ന ഉപഹാരമാണ്. അത് നൗഷാദ് സാറാണ് നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നത്. അടുത്തത് സുബൈദ വി കെ. നമ്മുടെ ഇൻസ്ട്രക്ടറായ യാസിർ സാറിൻ്റെ 2 മക്കൾ ഹാഫിൽ ആയിട്ടുണ്ട്. അവരെ നമ്മുടെ സെൻറ്റർ ആദരിക്കുകയാണ്. ഒന്ന് റിയാൻ മണലോട്. റിയാൻ മണലോട്. അടുത്തത് റനാൻ ഖദീജ. മൂത്ത മോളാണ് യാസിർ സാറിൻ്റെ. റനാൻ ഖദീജ. ഫാത്തിമ ടീച്ചർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പെട്ടെന്ന് ഒരു അനുഭവം പറയാനും ഒരു ആശംസകളൊപ്പം അർപ്പിക്കാനും വേണ്ടിയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഇതിൻ്റെ മുമ്പിൽ ഞാൻ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതിൻ്റെ തജ്വീദ് നിയമങ്ങളോടുകൂടി പഠിക്കാൻ വലിയൊരു അവസരം ഫസ്റ്റ് ബാച്ചിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു തിരക്ക് വളരെ എന്നെ അലട്ടിക്കൊണ്ടാണ് ഞാൻ അന്ന് ഈ ക്ലാസ്സിൽ വന്നതും പങ്കെടുത്തതുമൊക്കെ. എങ്കിലും ആ ക്ലാസ്സോട് കൂടി
പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ നമ്മൾ എത്രയോ പഠിച്ചിട്ടുണ്ട്. കാരണം ചേന്ദമംഗലൂർ ഇസ്ലാഹിയയിൽ മദ്രസയിൽ ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോയി തജ്വീദ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എവിടെയും പഠിക്കാനൊരവസരം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്, മഹ്റജുകളുണ്ട് എന്നൊക്കെ ഈ ക്ലാസ്സിൽ വന്നതോടു കൂടിയാണ് ഇങ്ങനെ ഒരു മഹ്റജ് തന്നെ നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മൾക്ക് ഖുർആൻ്റെ ആ ഫസ്റ്റ് മുഖവുര വായിക്കുമ്പോൾ തന്നെ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ ആഴത്തിൽ ചൊല്ലും തോറും നമുക്ക് അതിൽ നിന്ന് അറിവുകളും വിലയേറിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്കറിയാം. പക്ഷേ അത് നമുക്ക് ഇപ്പം അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ് തന്നെ എനിക്ക് ശരിക്കും പൂർണ്ണമായിട്ട് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയാം. ഞാൻ അതിൽ പരാജിതയാണ്. എങ്കിലും റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം ഞാൻ അതൊന്നുകൂടെ മുറുകെ പിടിച്ചു. ഒരുപാട് ക്ലാസ്സുകളിൽ വീണ്ടും വീണ്ടും പങ്കെടുത്തു. ഇപ്പോൾ അൽഹംദുലില്ലാ വളരെ മുഴുവനും പൂർണ്ണമല്ലെങ്കിലും ഞാൻ സംതൃപ്തയാണ്. ഈ തഹജ്ജുകൾ പറയാനും തജ്വീദ് നിയമങ്ങളിൽ ഏറെ ഒരുപാട് എന്നും രാവിലെ വളരെ നല്ല ഒരു ക്ലാസ് നമുക്ക് രാവിലെ 5 സുബഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പഠിക്കാനും വായിക്കാനും നല്ലൊരു സമയമാണത്. പിന്നെ അതിൽ നമ്മൾ ആ ക്വിസ് പ്രോഗ്രാമുകൾ പങ്കെടുക്കുകയും നമ്മൾ തഹജ്ജ് പറയുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ ഈ ക്ലാസ്സോട് കൂടി തന്നെ ഞാൻ വേറെ 3-4 ഗ്രൂപ്പിൽ വേറെയും ചേരാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അൽ ബഖറ തിലാവയിൽ, അൽ ഇംറാൻ തിലാവയിലുണ്ട്, സജദ ഹിഫ്ദിലുണ്ട്. അതിൻ്റെയൊക്കെ മൂലമായ കാരണം ഈ തജ്വീദ് ക്ലാസ്സാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് തിലാവയിലാണ് ഞാൻ ചേർന്നത്. ഹിഫ്ദിലൊക്കെ ചേരാമായിരുന്നു, പക്ഷേ പേടിച്ചിട്ട് അത് പൂർണ്ണമാക്കാൻ കഴിയില്ല എന്നുള്ളൊരു പേടി കൊണ്ട് തിലാവയിലാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഹിഫ്ദ് തന്നെ കഴിയും എന്ന് തന്നെയാണ്. നമുക്ക് എന്തിനും പരിശ്രമിച്ചാൽ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത് തന്നെയാണ് മനസ്സിൽ വരിക. ഇന്ന ദിവസം ഇത് ഓതണമല്ലോ, ഇന്ന ദിവസം ഇത് ചെയ്യണമല്ലോ എന്നുള്ള ഈ മനസ്സിൽ ഇപ്പോൾ ഈ ഖുർആനോടുള്ള എന്തോ ഒരു അടുപ്പം വല്ലാതെ വന്നിട്ടെന്ന് എന്നാണ് ഞാൻ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മുടെ ആശംസ പറഞ്ഞ മാഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, തോൽപ്പിക്കുന്ന പരിപാടി ഉണ്ട്, നമുക്ക് ഒന്നും കൂടി ക്ലാസ്സിലൊക്കെ ഒന്ന് പോകാമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും ഒരു അവസരം ഈ ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ തന്നാൽ വളരെയധികം ഉപകാരപ്രദമായിരുന്നു എന്നാണ് ഞാനിവിടെ എല്ലാവർക്കും വേണ്ടി പറയാം. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലൊന്ന് വന്നിരുന്നു ഒന്നും കൂടെ. അപ്പോൾ തോൽപ്പിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. തോൽക്കാന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാനത് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്ന് ക്ലാസ്സിൽ വന്ന് ഇരിക്കാലോ, ഇരുന്നു കൂടെ എന്നൊന്ന് ചോദിക്കുകയാണ്. പിന്നെ ഓഫ്ലൈൻ ആവുമ്പം പ്രയാസമല്ലല്ലോ, ഓൺലൈൻ ആണെങ്കിലും പ്രയാസമല്ല. അപ്പോൾ അത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. പുതിയ പഠിതാക്കളോട് പറയാനുള്ളത്, അന്നന്ന് എടുക്കുന്നത് എന്നെ പോലെയല്ല. ഞാനന്ന് എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. അന്നന്നത്തെ കാര്യങ്ങൾ ഹാലുകളൊക്കെ നന്നായി അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഖുർആൻ തന്നെ കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ പറയുന്നില്ല. ക്ലാസ് നമുക്ക് വളരെ ഇപ്പോഴും സംശയം ചോദിച്ചാൽ യാസിർ സാർ എപ്പോഴും സംശയം തീർത്തു തരാൻ എപ്പോഴും തയ്യാറാണ്. വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്ത് പറഞ്ഞു തരും. ഇപ്പോൾ സാറിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ നൗഷാദ് കാക്കവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ നമ്മുടെ സംഗമത്തിലൊരാൾ പറഞ്ഞു, മുജാഹിദ് സമ്മേളനങ്ങളിൽ സാറെ പേരെങ്ങനെ വിളിച്ച് പറയാറുണ്ട്. എന്തിന് നമുക്ക് ഈ ഇമാമത്ത് നിൽക്കാനും ബാങ്ക് കൊടുക്കാനും ഒക്കെ. അപ്പോൾ അന്നൊക്കെ ഞാനിങ്ങനെ ചെറിയൊരാളിങ്ങനെ വന്ന് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ കാണുമല്ലോ, സ്ക്രീനിലിങ്ങനെ കാണുകയുള്ളൂ, നേരിട്ടൊന്നും കാണൂലല്ലോ സമ്മേളനത്തിന്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാനും, പിന്നെ അതിന് മുമ്പ് 2 വർഷം മുമ്പ് ചേന്നമംഗലൂർ സാറ് ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കാൻ എനിക്കൊരവസരം കിട്ടിയിരുന്നു. അവിടെ ഈ ചെറിയ കുട്ടികളെ ഖുർആൻ പഠനം ഉണ്ടല്ലോ, അതിൽ KC ഫൗണ്ടേഷനിൽ ഭാഗമായിട്ടുള്ള. അപ്പോൾ അന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു നല്ല ക്ലാസ്സാണ് എന്നൊക്കെ. പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ കൊടിയത്തൂർ എത്തി. അതിന് ഒരുപാട് നമ്മുടെ ആൾക്കാർ തന്നെ അതിന് പ്രയത്നിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഖൈർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുതിയ പഠിതാക്കളോട് പറയാനുള്ളത്, നന്നായിട്ട് പഠിക്കുക. അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ച് അതിൻ്റെ വേണ്ട രീതിയിൽ ഹോംവർക്കുകളൊക്കെ ചെയ്താൽ പൂർണ്ണമായിട്ട് റാങ്കുകൾ തന്നെ വാങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ്
ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ നീട്ടി പറയുന്നില്ല. ഇതിൻ്റെ എല്ലാവർക്കും പടച്ചറബ് തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അടുത്തത് ഒരു പാട്ടാണ്. ബഹുശ. അസ്സലാമു അലൈക്കും. അസ്സർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മൊഞ്ച് മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മൊഞ്ച് മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലച്ചില്ലേ. ആ തിരുദൂതരൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് പിടിച്ചില്ലേ. പ്രേമിക്കാതെ പോകല്ലേ, ഈ പ്രേമം വിട്ടുകളയല്ലേ. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. തത്സമയത്തിനാക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ, തേൻകനി വച്ച് മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ. തത്സമയത്തിനാക്ഷേപത്താൽ മത്സരമൊന്നു നടന്നില്ലേ, തേൻകനി വെച്ച് മുറിക്കാനായി മംഗതൻ കത്തിയെടുത്തില്ലേ. പൊന്നുളി യൂസുഫ് അടുത്തു വരുമ്പോൾ കന്യകളന്താളിച്ചില്ലേ, ലക്ഷ്യം തെറ്റിപ്പോയില്ലേ, ആ തങ്കക്കൈ മുറിഞ്ഞില്ലേ. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലൈഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി. അടുത്ത അനുഭവം പറയുന്നത് സജിന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഭവം പറയാൻ പെട്ടെന്നാണ് വിളിച്ചത്. ഷോക്ക് മാറിയില്ല, പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, മറ്റ് വിശിഷ്ടാതിഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തജ്വീദ് നിയമം പഠിക്കാൻ അവസരം കിട്ടിയതിൽ നാഥനോട് ഏറെ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അൽഹംദുലില്ലാ. തജ്വീദ് നിയമങ്ങൾ പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിന്. ഇപ്പം നൗഷാദ് സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ സാറിനെ നേരിൽ കാണാനോ സാറിൻ്റെ ഒരു ശിഷ്യയാവാനോ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. യാസിർ സാറും നൗഷാദ് സാറും കൂടി അവരെ പ്രയത്നം കൊണ്ട് ഞങ്ങളെ തജ്വീദ് നിയമം ഞങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തന്നു. എപ്പം സംശയം ചോദിച്ചാലും അത് പറഞ്ഞു തരാനും അത് മനസ്സിലാക്കി തരാനും യാസിർ സാറ് ശ്രമിക്കാറുണ്ട്. തജ്വീദ് നിയമം പഠിക്കുക എന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എവിടുന്ന് പഠിക്കും, എവിടെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കൊടിയത്തൂർ ഇങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് തന്നെ ഞാൻ ചേർന്നിരുന്നു. ഫസ്റ്റ് ബാച്ച് ചേർന്ന് 4-5 ഹാല് കഴിഞ്ഞപ്പോൾ
പഠിക്കാൻ വരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പിന്നെയാണ് സെക്കൻഡ് ബാച്ചിൽ ഞാൻ ചേർന്ന് പഠിച്ചത്. അൽഹംദുലില്ലാ ഖുർആൻ പഠിക്കാനും ഖുർആൻ തജ്വീദോട് കൂടി എന്നാൽ കഴിയുന്ന വിധം ഓതാനും ഒക്കെ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. തഹജ്ജി എന്നതൊന്നും നമ്മൾ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് തഹജ്ജി ഉണ്ടെന്ന് മനസ്സിലായത്. തഹജ്ജി ഇങ്ങനെ നിയമങ്ങളുണ്ടെന്ന് മനസ്സിലായത്. ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ പാരായണത്തിന് ഭംഗി കൂട്ടാനാണ് ഇങ്ങനെ നീട്ടുന്നതും ഒക്കെയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെയാണ് നൗഷാദ് സാറിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കേട്ടപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത്. പിന്നെ സാറ് ബിസ്മിയുടെ തഹജ്ജിയൊക്കെ പറയുമ്പം ഇങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു എനിക്ക്. എന്താണ് ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ പഠിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് വന്ന് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്കും അതുപോലെ തഹജ്ജി ചെയ്യാനൊക്കെ കുറച്ചൊക്കെ കഴിയാറുണ്ട്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تحوى الأنفس ولقد جاءهم من ربهم الهدى أم للإنسان ما تمنى فلله الآخرة والأولى وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى وما لهم به من علم إن يتبعون إلا الظن وإن الظن لا يغني من الحق شيئا فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا. നേരത്തെ നമ്മൾ മാറ്റിവെച്ച രണ്ട് സമ്മാനങ്ങൾ കൂടെ ഉണ്ട്, രണ്ട് മെമൻറ്റോസ്.
ഇത് പിന്നെ ഹർനിസ്ത നമ്മുടെ സംസ്ഥാന തലത്തിലെ പാരായണ മത്സരത്തിൽ 2ാം സ്ഥാനം, അതേപോലെ തഹജ്ജി അവതരണത്തിൽ 2ാം സ്ഥാനം, രണ്ടും 2ാം സ്ഥാനം വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മെമ്പറിൻ്റെ കൂടെ ഈ സമയത്ത് ഇങ്ങനെ തന്നെ നമ്മുടെ TTQവിൻ്റെ ഇൻസ്ട്രക്ടർ, നിങ്ങളുടെ ഇൻസ്ട്രക്ടറും അതേപോലെ അദ്ദേഹത്തിൻ്റെ മകനും നമ്മുടെ TTQവിലെ പിന്നെ എനിക്ക് എൻ്റെ കീഴിൽ പഠിച്ച് ആദ്യമായി ഹിഫ്ള് കരസ്ഥമാക്കിയ കുട്ടി എന്ന് പറയാൻ അവസരം തന്നിട്ടുള്ള റയ്യാൻ മണലൊടിയും. റയ്യാൻ്റെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ വന്നു തുടങ്ങി, നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു പ്രചോദനം കൂടെയാണ്. അവർ രണ്ടുപേരും വിശുദ്ധ ഖുർആനിൽ നിന്ന് മരണം എന്ന ടോപ്പിക്കിൽ ഒരു 5-10 മിനിറ്റ് നമ്മളുമായി സംവദിക്കുന്നുണ്ട്. അതിനു മുമ്പ് 1-2 വാചകങ്ങൾ പറയട്ടെ. ചിലരൊക്കെ നേരത്തെ ചോദിച്ചു, ടീച്ചർ ചോദിച്ചു, റിട്ടയർ ചെയ്തു, ഇനി ക്ലാസ്സിൽ വന്നിരുന്നൂടെ. അപ്പോൾ പിന്നെ അതിനുള്ളൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ക്ലാസ്സിലിരിക്കാൻ ഇനി പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളത് ക്ലാസ് എടുക്കാനാണ്. അതിന് വേണ്ട പരിശീലനം പ്രത്യേകമായ ഹ്രസ്വകാല അല്ലെങ്കിൽ ഡേയ്സ്, വളരെ കുറഞ്ഞ ദിവസങ്ങൾ വെച്ചുകൊണ്ടുള്ള പരിശീലനങ്ങൾ തരാം. ക്ലാസ് എടുക്കണം. TTQവിൻ്റെ ബ്രാഞ്ചുകളായിട്ട് ക്ലാസ് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇനി അടുത്ത ഊഴം. നേരെ മറിച്ച് ക്ലാസ്സിലിരിക്കുക മീൻസ് നേരത്തെ പാടില്ല, പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിതിൻ്റെ പിന്നണി പ്രവർത്തകരായി വരികയും പിന്നിൽ, അഥവാ പിന്നിൽ എന്ന് പറഞ്ഞാൽ മുന്നിൽ തന്നെ, അവരുടെ പഠിതാക്കളുടെ കൂടെ അവരുടെ ഹെൽപ്പ് ഡെസ്കുകളായി ഉണ്ടാവാനും ഉള്ള അവസരമാണ് നിങ്ങൾക്കുള്ളത്. എന്നും പഠിക്കാൻ തന്നെ, പഠിതാവായി തന്നെ കുത്തിരുന്നാൽ ഇത് കൊടുക്കാൻ അറിയാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾക്കത് ഒരു സെൻറ്ററിൻ്റെ ചുക്കാൻ പിടിച്ച് തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ ഞാൻ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയിരുന്ന 1-2 വർഷം ഞാൻ ഓർക്കുകയാണ്. സത്യത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും അന്ന് അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതായത് ഞാൻ വീട്ടിൽ കൂടുതലും ഞാൻ പുറത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. എല്ലാ സെൻറ്ററിലും ഞാൻ തന്നെ പോകുന്നൊരവസ്ഥ ഉണ്ട്. അതിൽ നിന്ന് ഒരു സമാധാനം കിട്ടിയത് പിന്നീട്. പക്ഷെ എനിക്കത് സങ്കടം കിട്ടും. എല്ലാ സെൻറ്ററിലും എനിക്ക് എത്തണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവുന്നു, അതില്ലാതെ പോയി. അപ്പോൾ യാസിർ സാഹിബ്, അതേപോലെ ജാഫർ മലോറം, അവരൊന്നും മറന്നുകൊണ്ട് TTQവിൻ്റെ ഒറ്റ സംഗമവും ചെയ്യാൻ കഴിയില്ല. ജാഫറൊക്കെ ചെയ്യുന്ന സേവനം, ഇപ്പോൾ ജാഫറിനെ വിളിച്ചാൽ ചിലപ്പോൾ ജാഫർ ആരോടോ ഈ വിഷയം സംവദിക്കുകയായിരിക്കും. ഇതാരെങ്കിലും ഒന്നിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും, ആർക്കോ ഒന്നുകിൽ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വോയിസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓറൽ ആയിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതേപോലെ ഷാനവാസ്, പിന്നെ താജുന്നിസ, അതുപോലെ ഷമീന ഏറ്റവും TTQവിൻ്റെ ഏറ്റവും മുന്നിൽ, യാസിർ സാഹിബിനേക്കാളോ ജാഫറിനേക്കാളോ ഒക്കെ മുന്നിൽ പറയാവുന്ന, അല്ലെങ്കിൽ എങ്ങനെ ബാക്കോട്ട് വെച്ചാലും മുന്നിൽ തന്നെ തെറിച്ച് നിൽക്കുന്ന ഒരാളാണ് ഷമീന. ഷമീനയുടെ കീഴിലാണ് നമ്മൾ ഷാബത്തുൽ ഖുർആൻ ചെയ്യുന്നത്. TTQവിൻ്റെ മറ്റൊരു ഭാഗമാണ് ഷാബത്തുൽ ഖുർആൻ. ആ പേര് നൽകിയതും അൽഹംദുലില്ലാ എന്ത് പേരിടുന്നു ചോദിച്ചപ്പോൾ ഞാൻ ആർക്കാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ലേഡീസ് കുറച്ച് ആളുകൾക്ക് എന്നാൽ ഷാബത്ത് എന്ന് പേരിട്ടോന്നാണ്, അങ്ങനെ ആ പേര് പോരുന്നത് ഷാബത്തുൽ ഖുർആൻ. അപ്പോൾ അതും ഇന്നലെ വിളിച്ചു. 10 വരെ എണ്ണം പഠിപ്പിക്കണം കുട്ടികളെ. അതെങ്ങനെ പഠിപ്പിക്കും? ഫുൾ ടൈം ഒരു സ്ത്രീക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്നതാണ് നമ്മൾ അതുമല്ല ഒന്നും അല്ലാതിരുന്ന ഒരവസ്ഥ, ഒന്നും അല്ലാതിരുന്ന കുടുംബ സാഹചര്യം ഒക്കെ പ്രതികൂലമാണ്, ഒക്കെ പ്രതികൂലമാണ്. നമ്മളൊക്കെ പറയുന്നത് നിങ്ങൾ ആരോടും ഇനി പറയരുതേ ചെറിയ ചെറിയ തടസ്സങ്ങളൊന്നും. ഞാൻ അത്ഭുതപ്പെട്ടു പോവാ. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിടത്തുന്ന അവിടെ ഉണ്ടായ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ വലിച്ചെറിഞ്ഞിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ടായ ഒരു ഹോം സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ ആ ആളുകൾ ഇവരുടെ പിന്നണി പ്രവർത്തകരാണ്. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുക, ഒരു കുടുംബം ഒന്നിച്ച് നിന്ന് ഖുർആൻ പഠിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിലും ഞാനും അതിന് കൂടെ പിന്നണിയിലാണ് അവർ. അതെന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ റിസ്കുകൾ വന്നപ്പോൾ
തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്നെ കൊണ്ടാവില്ല ഇതിനൊന്നും. ഇതിൻ്റെ ഇടയിൽ ഏടാ ഇതിന് എന്ന് ചോദിച്ച ആൾക്കാർ ദുനിയാവിൽ വിജയം കണ്ടിട്ടില്ല. വിജയത്തിൻ്റെ പോലും അവർ കാണൂല, ഒരു സംശയമില്ല. നേരെ മറിച്ച് പ്രതിസന്ധികൾ മുന്നിൽ വരുന്നിടത്ത് ഇതിനെ തരണം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും തരണം ചെയ്തേ അടങ്ങൂ എന്ന തീരുമാനവും എടുത്തിട്ട് മാറി നിന്ന് നോക്കൂ. കൊടുവള്ളിയിലെ TTQ ഷബ്ന അൻവർ പറഞ്ഞൊരു പ്രയോഗം ഞാൻ എടുത്തു ഉദ്ധരിക്കുകയാണ്, കടമെടുക്കുകയാണ്. അവർ പറഞ്ഞു, എനിക്ക് തീരെ നേരമല്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര നേരമാണ്. കാരണം എനിക്ക് മുമ്പ് ഖുർആൻ അത്ര ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഖുർആൻ ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമുള്ള സംഗതിയോട് അത് ചെയ്യാൻ നമ്മൾ വീട്ടിൽ സമയം കണ്ടെത്താറുണ്ട്. ടൈലറിങ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഓരോപ്പം നോക്കിയാലും മെഷീൻ്റെ മുമ്പിലുണ്ടാവും. വീട്ടിലെ പണിയൊക്കെ നടക്കുകയും ചെയ്യും, ഒരു മെഷീൻ്റെ മുമ്പിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കും, ചവിട്ടി തയ്ക്കും, അല്ലെങ്കിൽ കർട്ടൺ തയ്ക്കും, ഇങ്ങനെ പലതും തയ്ച്ചുകൊണ്ടിരിക്കും. അത് ആർക്കെങ്കിലും ചെറിയ ഉടുപ്പുകൾ തയ്ച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതൊക്കെ തയ്ച്ച് കൊടുക്കും. അത് അതിനോടുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് അതെന്ത് തന്നെയായാലും അത് ചെയ്തേ പറ്റും, ദിവസവും മതി. ഗാർഡനിങ് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് എപ്പോഴും അവർ കത്രികയായിട്ടും വെള്ളമായിട്ടും ചെടീൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഉണ്ടാവും. എന്നാൽ വീട്ടിൽ ഒരു പണി അവർ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല, എല്ലാം നടക്കും. അത് എവിടുന്ന് കിട്ടി? സമയമുണ്ട്, ഉറപ്പാണ്. ഇനി സമയത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് ആരും വല്ലാതെ എന്ത് ചെയ്യണ്ട, അഹങ്കാരത്തിൻ്റെ പിൻബലത്തിൽ എനിക്ക് നേരം കിട്ടിയില്ല എന്ന് പറയണ്ട. ഭൂമിക്ക് 24 മണിക്കൂർ ഇല്ല എന്നപ്പോൾ പറയുന്നത്. ഭൂമിയുടെ കറക്കത്തിന് ഒരു ദിവസം 24 മണിക്കൂർ ഇല്ല എന്നാണ് ഇപ്പം പറയുന്നത്. നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. 2020 അത് കാര്യമായി കണ്ടത്. 2021 അതിനേക്കാളും കുറയാൻ സാധ്യതയുണ്ട്. പേടിക്കാനല്ല, പക്ഷേ അത് വളരെ 0.5 അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ്. പക്ഷെ അത് ഒരു വലിയ സംഭവമാണ്. അതെ, 1.5 മൈക്രോ സെക്കൻഡ് കുറയുന്നു. അപ്പോൾ അത് എന്താണ് സംഭവം? പിന്നെ നമ്മുടെ താപനിലയും ഈ മറ്റു കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭൂമി സ്പീഡിൽ കറങ്ങുകയാണ്. അങ്ങനെ ഇനി സ്പീഡിൽ കറങ്ങുമോ? അത് തന്നെയാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അവസാനം മണിക്കൂറുകൾ സെക്കൻഡ് പോലെ ആവും, ഒരു സംശയമില്ല. അവിടേക്കാണ് പോണത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നേരല്ല എന്ന് പറയരുത്. നിങ്ങൾ നേരല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇന്നലത്തെ 24 മണിക്കൂർ ഓരോ മണിക്കൂറും എന്തിന് ഉപയോഗിച്ചു എന്ന് എഴുതി നോക്കി. എന്നിട്ട് അള്ളാൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം വെച്ചിട്ട് ഇതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റി എന്താണുള്ളതെന്ന് എഴുതി നോക്കണം. എല്ലാവരും എഴുതി നോക്കണം. അപ്പോൾ ഇതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സമയം ഒരുപാട് സമയമുണ്ട്. ഞാനിങ്ങനെ ചില സംസാരമൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും, കുറച്ചോനെ ഞാൻ ചിലപ്പോൾ സ്കൂളൊക്കെ ആലോചിക്കല്, സ്കൂളൊന്നുമില്ല, എനിക്ക് കുറേ ഈ ഫീൽഡിൽ പോകായിരുന്നില്ലേ എന്നൊക്കെ തോന്നും. കുറേ ഫീൽഡിൽ പോകായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നും. ഞാൻ ഇന്നെൻ്റെ മക്കളോട് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ഉപ്പ സ്കൂളിൽ പോകണമെന്നില്ല, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പറയില്ല എന്നാ ഞാനിത് എന്നൊക്കെ പറഞ്ഞു. അതൊരു ഒരു മഹാസംഭവമാണ് ഈ ഖുർആൻ എന്നത്. അതിലേക്ക് കടന്നു വരാനുള്ള ഒരു ചെറിയ പ്രചോദനമാകാനാണ് പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് മനസ്സിലൊരു ചിന്ത തോന്നിയത്. അൽഹംദുലില്ലാഹ് അത് വളരെ വലിയ സംരംഭമായി തന്നെ മാറി. ഇന്ന് അതിന് ബാച്ചുകൾ ഇനിയും പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഈ വർഷം നമ്മൾ എൻ്റെ സംസാരം ഏതായാലും ഇതോടെ അവസാനിപ്പിക്കാം. അവസാന സമാപനമായിട്ട് നമുക്ക് ഈ ഭാഗം ആക്കാം. അപ്പോൾ പിന്നെ ഈ വർഷം നമ്മൾ ഓമശ്ശേരിയിൽ ഒന്ന് തുടങ്ങാൻ ഉദ്ദേശിച്ചു. ഓമശ്ശേരിക്കാർ കുറേ വർഷമായിരുന്നു നമ്മളത് പക്ഷേ ഒഴിവാക്കി മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഓമശ്ശേരിയിൽ ഒന്ന് തുടങ്ങും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഒന്ന് നന്മണ്ട ഭാഗത്ത് കാരക്കുന്നത്ത്, കുന്നശ്ശേരി കാരക്കുന്നത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 ബാച്ചുകളാണ് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഒരുപാട് നാളായി, പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തിച്ചെല്ലാനും തിരിച്ചു വരാനും ഒന്നുമില്ലാത്ത ഒരു പിന്നെ പോയി വരിക എന്നുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിങ്ങളിൽ നിന്നൊക്കെ ജനിച്ചു വരുന്ന പുതിയ ഇൻസ്ട്രക്ടർമാർക്ക് സുഖമാണ് അങ്ങനെയുള്ള സെൻറ്ററുകളൊക്കെ ഏറ്റെടുക്കാം, പോകാം. ഏതായിരുന്നാലും ഈ വർഷം നമ്മൾ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും 50 പേരടങ്ങുന്ന ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം TTQയിൽ ഇരുന്ന് ആരും ഇരിക്കാൻ വിചാരിക്കേണ്ട. അത് നാട്ടിൽ TTQ സംരംഭം ഉള്ള നാടിൻ്റെ പരിസരത്തുള്ള ആളുകൾക്കും അതിൽ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. TTQ ഇല്ലാത്ത കോഴിക്കോട്, വയനാട് ജില്ലകൾക്കപ്പുറത്തുള്ള ജില്ലകൾക്ക് മാത്രമേ അതിൽ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വിദേശത്തുള്ളവർ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു സംരംഭം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ബാച്ചിൽ നമ്മളിപ്പോൾ യാസീൻ സൂറത്ത് പഠനത്തിന് വേണ്ടി അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 23 പാർട്ടുകളായി യാസീൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ
ഭാഗം നമ്മൾ പുതിയ ബാച്ചിന് അർത്ഥസഹിതം പരീക്ഷ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിനേഷനിൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ഉൾപ്പെടുത്തി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെ സൂറത്തു യാസീൻ അർത്ഥ ആശയ പാരായണ തലത്തിലുള്ള പഠനം, ഹിഫ്ള് തലത്തിലുള്ള പഠനം അടുത്ത വർഷത്തെ നമ്മുടെ സിലബസിൽ ചേർത്തിരിക്കുന്നു. അത് അന്തിമ തീരുമാനമായ കാര്യമാണ്. അത് ആഴ്ചയിൽ 2 ലിങ്കുകളാണ് നമ്മളത് നൽകുക. അത് ആ പഠിതാക്കൾക്ക് മാത്രമാണ്. ആഴ്ചയിൽ 2 ലിങ്കുകൾ തരും, 2 ക്ലാസ് തരും. അത് അപ്പോൾ ഒരുപാട് ഹിഫ്ളിനുണ്ടാവുന്നതൊന്നും പേടിക്കേണ്ടതില്ല. ഒരു ലിങ്ക് 2 ആയത്ത് 3 ആയത്തൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആഴ്ചയിൽ ഏറിയാൽ 6 ആയത്തുകളൊക്കെ പഠിക്കാനുണ്ടാവും. ചിലപ്പോൾ 4 ആയത്തെ ഹിഫ്ള് ചെയ്യാനുണ്ടാവുള്ളൂ. അത് അർത്ഥസഹിതം പഠിക്കാം, എപ്പോൾ വേണമെങ്കിലും കേട്ട് പഠിക്കാം. ഞാൻ തന്നെ എടുക്കുന്ന ക്ലാസ്സാണ്. അതിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ ക്ലാസ്സിലത്തെ ഇത് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ കൊടിയത്തൂർ ക്ലാസ് എടുക്കാൻ ഞാനും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ സെൻറ്ററുകളിലും. അപ്പോൾ കയ്യടി പഠിക്കുന്ന മേടിച്ചോളി. എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് കയ്യടി കുറയാൻ സാധ്യത ഉണ്ടാവും അടുത്ത വാചകത്തിൽ. അപ്പോൾ എന്നാൽ എൻ്റെ വരവ് മാസത്തിലൊരു പ്രാവശ്യമായിരിക്കും. അത് അടിച്ച കൈ തിരിച്ചെടുക്കാനാവില്ലല്ലോ. ഓക്കെ, ഒരു പ്രാവശ്യമായിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് എല്ലാ പഠിതാക്കളെയും കാണണം, എല്ലാ നാട്ടിലുള്ളവരെയും പേഴ്സണലായി പരിചയപ്പെടണമെന്നൊരാഗ്രഹവും ഒക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഞാൻ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി കുത്തിപ്പൊക്കിയത് നിങ്ങളുടെ ഇൻസ്ട്രക്ടറാണ്. അതെന്താ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും ഞാൻ എത്തുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പം പുറക്കാരെ ഞാൻ എന്താക്കും, എല്ലാ ക്ലാസ്സിലും ഞാൻ എത്തണമെങ്കിൽ 2 വയസ്സുള്ളൊരു മോനെ കണ്ടില്ലേ, അതിൻ്റെ മേലെ 3.5 വയസ്സ് കഴിഞ്ഞ് വന്ന്, പിന്നെ ബാക്കി 3 ആളും 5 ആളുണ്ടല്ലോ. അപ്പോൾ ഇവരെയും പിന്നെ എൻ്റെ ജീവിത പങ്കാളിയും അപ്പോൾ നോക്കിയപ്പോൾ ഒരു വണ്ടി കയറിയിരിക്കാൻ റെഡിയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും അവരിങ്ങനെ പാസ് ചെയ്താൽ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഉദ്ദേശിക്കുന്നത്. KSRTC അതേപോലെ എല്ലാ സെൻറ്ററിലും നമ്മൾ താമസത്തിന് ഒരു റൂം സൗകര്യപ്പെടുത്താൻ പോകുമായിരിക്കും. മാഷ അങ്ങനെയാണ് പറയുന്നത്. KSRTCക്ക് തൃശ്ശൂർ ഒരു താമസ സൗകര്യം ഉണ്ട് ഡ്രൈവേഴ്സിന്, ഫാമിലിക്ക്. ഓക്കെ, ഏതായിരുന്നാലും സന്തോഷം. പിന്നെ അങ്ങനെ ഒന്ന് എത്തിപ്പെടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഫീൽഡിൽ അവർക്കും എന്തായി, അവരുടെ കർമ്മരേഖയിലും ഇങ്ങനെ ഒരു അമലിന് പങ്കാളികളായതിനുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടാകും. അത് അതിൻ്റെ മറ്റൊരു ഇൻ്റർ ലക്ഷ്യമാണ്. അള്ളാഹു അങ്ങനെ തന്നെ അത് സ്വീകരിക്കട്ടെ. അപ്പോൾ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും 1-2 പ്രാവശ്യമൊക്കെ മാസത്തിലെത്താൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു മാസത്തിൽ ഒരു ക്ലാസ് വന്നാൽ അടുത്ത ക്ലാസ് കൂടെ തുടർച്ചയായി അവിടെ തന്നെ എത്തുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കഴിഞ്ഞെത്തിയാൽ മതിയോ എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. പക്ഷെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഒരു ക്ലാസ്സിൽ ഇപ്പം തിങ്കളാഴ്ച കൊടിയത്തൂർ വന്നാൽ നെക്സ്റ്റ് തിങ്കളും കൊടിയത്തൂരിൽ തന്നെ വരിക, പിന്നെ 2 അടുത്ത കൂടത്തിൽ അതുപോലെ 2 പ്രാവശ്യം വരിക എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിനും ഒരു ദിവസം ഫ്രീ കിട്ടും, അവർക്കൊരു സ്വസ്ഥത കിട്ടും, ഒരു സ്വസ്ഥമായ ഒരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് യാസിർ സാഹിബ് നമ്മുടെ ഹിഫ്ലിൻ്റെ ഉസ്താദ് കൂടെയാണ്. അത് ഇതിൽ വലിയൊരു സന്തോഷം ആണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരു IQSR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്വാളിറ്റി സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങാൻ പൂരൂരിൽ ഇങ്ങനെ താല്പര്യം കാണിച്ചപ്പോൾ അതിൽ ഒന്നാമത്തെ സംരംഭം THQ എന്ന തദ്രീബ് ഹിഫ്ലുൽ ഖുർആൻ ആവട്ടെ, അത് UP തലത്തിലുള്ള കുട്ടിയൊക്കെ അവരെ താമസിപ്പിച്ചുകൊണ്ട് റെസിഡൻഷ്യലാക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു പിന്നെ ആരെയാണ് കിട്ടുക കുട്ടികളെ ഹിഫ്ല് ചെയ്യിക്കാൻ? മലയാളം അറിഞ്ഞൂടാത്ത ആരെങ്കിലും വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇനി മലയാളം തപ്പി പറയുന്ന മറ്റൊരു പിന്നെ നാട്ടുകാരനാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ടല്ലോ എന്ന് വെച്ചപ്പോഴാണ് TTQവിൽ നിന്ന് ജന്മമെടുത്ത അല്ലെങ്കിൽ TTQവിലൂടെ പൂജാതനായ യാസിർ സാഹിബിനെ കിട്ടുന്നത്. അദ്ദേഹം ഫാമിലി സഹിതം നമ്മുടെ ഹിഫ്ല് സെൻറ്ററിൽ ഹോസ്റ്റലിൽ താമസം ചെയ്തു. അപ്പോൾ പിന്നെ കുട്ടികളുടെ ഒരു ഉമ്മയും കുട്ടികളുടെ ഒരു ഉസ്താദും എല്ലാം കൂടി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി. അങ്ങനെ കുട്ടികൾക്കൊരു ഹോംലി സിറ്റുവേഷൻ നന്നായി കിട്ടി. അപ്പോൾ THQവിന് ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ 2 പേരും ചെയ്തിട്ടുള്ള ഓതിക്കൊടുക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തതിലപ്പുറം ഹോംലി സിറ്റുവേഷൻ എന്നത് കുട്ടിയുടെ മൈൻഡിനൊരു പവർ കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് 12 ജുസുമായി വന്ന
ഒരു 4-5 വർഷം കൊണ്ട് 12 ജുസുകൾ പഠിച്ച റയ്യാൻ ബാക്കി ജുസുകൾ മുഴുവനും 18 ജുസും ഒരു വർഷം കൊണ്ട് പഠിച്ചു തീർത്തത്. ഒരു വർഷം കൊണ്ട് 18 ജുസ് പഠിച്ചല്ലോ. അപ്പോൾ അത് ഒരു വലിയ ബാക്ക് പവർ ആയിരിക്കും. അത് ഏതാണ് പവർ എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതേപോലെ 7 ജുസുമായി വന്ന അബിൻ ഷാറൂഖ് എന്ന നന്മണ്ടയിലെ കുട്ടി, അവന് 9ാം ക്ലാസ്സിലാണ് സ്കൂളിൽ. ഇപ്പോൾ ഇന്നലെ മെനയാന്ന് അവനും ഹിഫ്സ് പൂർത്തിയായി. അപ്പോൾ 23 ജുസ് 1.25 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട്, അതും നേരത്തെ പറഞ്ഞ കൊറോണയുടെ സാഹചര്യത്തിൽ ഓൺലൈനായിട്ട് പോലും ഹിഫ്സ് ചെയ്തല്ലോ. അതുകൊണ്ട് അള്ളാഹു ഇതിൻ്റെ ഏറ്റവും വലിയ സഹായം നമുക്ക് നൽകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ആ ഒരു ഫീൽഡും മെച്ചപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, യാസിർ സാഹിബിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് വേരോടെ പിഴുത് നമ്മളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാനും കൂടെ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ അവിടെ സ്ഥലം എടുത്ത് വീടുമായി അവിടെ താമസമായി. ഇനിയിപ്പോൾ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തേക്ക് ചാടാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഞാനും അങ്ങോട്ട് മാറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ 2 അയൽവാസികളും ആവും, തൊട്ടടുത്ത അയൽവാസികൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടെ ഈസിയാവും എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാവും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, ഖുർആൻ പഠനം എന്നത് ഒരു ത്രില്ലല്ല, ഒരു ഹോബിയല്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പരലോക ജീവിതത്തിൻ്റെ സുഖ ദുഃഖത്തിൻ്റെ ആധാരമാണ്. പഠിച്ചേ പറ്റും. അത് പഠിക്കുക, പ്രാവർത്തികമാക്കി ജീവിക്കുക. എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി, ആ സമയത്ത് വിഷമങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പോവും. അതിനുള്ളൊരു കപ്പാസിറ്റി വിശുദ്ധ ഖുർആനിൻ്റെ എവിടെയൊക്കെയോ ഉണ്ട്. അള്ളാഹുവാണ് എന്നെ കാണുന്നവൻ. ഞാൻ എപ്പോഴും ഓർക്കുന്ന, നേരത്തെ ഡോക്ടർ കരീം സാഹിബ് സൂചിപ്പിച്ചല്ലോ, ഏതെങ്കിലും ഒരു ആയത്ത് ഏതാന്ന് പറയാൻ എന്നത്. ഒരുപാട് ആയത്തുകളില്ലേ, എനിക്ക് എപ്പോഴും വരുന്നതാണ് 50-16 സൂറത്തു ഖാഫിലെ 16-ാമത്തെ ആയത്ത്. ഞാൻ എത്രയോ ആളുകൾ അത് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്താണ് ആയത്ത് നോക്കുക. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണല്ലോ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സിൻ്റെ മന്ത്രം, മനസ്സ് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ അറിയുമല്ലോ, നാം അറിയുമല്ലോ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ജീവനാഡിയേക്കാൾ സമീപസ്ഥനാണ്, അടുത്തവനാണല്ലോ ഞാൻ. ഈ ഒരു 3 ചിന്ത നമ്മുടെ മനസ്സിൽ കയറിയാൽ പിന്നെ ദുനിയാവില്ലേ എന്തിനെ നമ്മൾ പേടിക്കേണ്ടത്? എന്തായാലും അവസാനം നമ്മളോട് വെച്ചുപോലേ, നമ്മളവിടെ പോണ് അള്ളാൻ്റെ അടുക്കലേക്കല്ലേ. എന്ത് പ്രതിസന്ധികളുടെ മുമ്പിൽ വരുമ്പോഴും ഈ ഒരു ആയത്ത് നമ്മൾ മനസ്സിൽ വന്ന് കഴിഞ്ഞ എല്ലാം അവിടെ കിട്ടി. അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യാനുള്ള ഒരു ഇത് നമുക്കുണ്ട്. ഇവിടെ നിന്ന് നമ്മളാണ്ട് തുടച്ച് നീക്കപ്പെട്ടാലും നമ്മൾ പോണ കുറച്ചുകൊണ്ടിടത്തൊക്കെയല്ലേ. ആ ഒരു ആര് കേൾക്കാനില്ലെങ്കിലും ആര് കാണാനില്ലെങ്കിലും എൻ്റെ പ്രയാസം കാണാൻ എന്നെ സൃഷ്ടിച്ച് എന്നെ അറിയുന്ന എൻ്റെ റബ്ബുണ്ടല്ലോ എന്ന ഒരു പ്ലാനിങ്ങിൽ നമ്മളെത്തും. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു ഗുട്ടൻസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആശയം വരുന്ന ആയത്തുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂറത്തുകളെ ഭാഗങ്ങളെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. കുറേ പ്രാവശ്യം ആ ഭാഗം ഇങ്ങനെ ഓതുക. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത് ഓതണം. ആ ഭാഗം ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതങ്ങനെ നമ്മളോട് അധികം അടുത്ത് വരും. എനിക്കൊരു TK യൂസഫ് സലഫി എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പുളിക്കൽ മദീനത്തുൽ ഇപ്പോഴും പ്രൊഫസർ വർക്ക് ചെയ്യുകയാണ്. വാരണാക്കരയാണ് അദ്ദേഹത്തിൻ്റെ വീട്. വാരണാക്കര പള്ളിയിൽ അഫ്സലുല്ലമ കഴിഞ്ഞ ഉടനെ എന്നെ ഈ PGക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആ വലിയ പള്ളീൻ്റെ ഒരുപാട് 10-200-ലധികം കുടുംബമുള്ള ആ മഹലിൽ ഖാദിയായിട്ട് അല്ലെങ്കിൽ ഉസ്താദായിട്ട്, ആ പ്രദേശത്തെ വലിയ പള്ളിയാണ്, അവിടുത്തെ പിന്നെ മഹൽ ഖത്തീബായിട്ട് എന്നെ നിശ്ചയിക്കുകയാണ്. ഉള്ളപ്പോൾ ഇമാമത്ത് എന്ന് പറഞ്ഞിട്ട് ഞാനാവുന്നത് അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ വരുന്നതിൻ്റെ ഒരു സ്ഥലമാണ് വാരണാക്കര.
അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മൂപ്പർ ഈ ഹിന്ദി പാട്ടുകളുടെയൊക്കെ ഭയങ്കര അഡിക്ഷനുകളാണ്. അപ്പോൾ പാട്ടുകളിൽ നിന്ന് അറബി പാട്ടുകളുണ്ടൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വാഹനത്തിൽ കാറിലൊക്കെ പിന്നെ ഒരു അനുഭവം പറയണം. പിന്നെ ഇത് ഖുർആൻ്റെ കാസറ്റ് ഇല്ല, അർത്ഥമറിയാത്ത ഭാഗങ്ങളാണെങ്കിൽ പോലും ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയോ ഊർജം നമ്മിലേക്ക് വരുന്ന സത്യമാണ്, ഒരു സംശയമില്ല. അതിനാണ് എനിക്ക് ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണമുള്ളത്. ഒരു സുഹൃത്തുണ്ട്, ഒരു മുസ്ലിം സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഖുർആൻ കേൾക്കുമ്പോൾ മൂപ്പർക്ക് എന്തൊക്കെയോ തോന്നുക, അങ്ങനെ മടക്കി കുത്തഴിച്ചിടും. മുസ്ലിം സഹോദരങ്ങൾ പറയും, എന്താ ചെയ്യുക, ഖുർആൻ കേൾക്കുമ്പോൾ മടക്കു തഴിച്ചിടാൻ, ബാങ്ക് കേൾക്കുമ്പോൾ മടക്കു തഴിച്ചിടാൻ എന്ന് ഈ അമുസ്ലിം സഹോദരനോട് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ പേര് ഷാഫി എന്നാണ്. അപ്പോൾ അവൻ ഇസ്ലാം സ്വീകരിച്ചു, അവൻ്റെ കുടുംബം വരെ സ്വീകരിച്ചു, മക്കളൊക്കെ വളരെ സന്തോഷം, അങ്ങനെ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആൻ കേൾക്കുമ്പോൾ എന്തോ ഒരു സുഖം തോന്നുന്നു എന്നാണ്. അപ്പോൾ അത് പഠിക്കണം തോന്നി. അങ്ങനെ ഹോട്ടൽ വർക്ക് ചെയ്യാൻ ഹോട്ടൽ ഉടമയോട് ചോദിച്ചു, എനിക്ക് ഖുർആൻ പഠിക്കാൻ സംവിധാനം. അങ്ങനെ അദ്ദേഹം സൗകര്യം ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഗംഭീരമാണ്. ആ ഒരു പിന്നെ ഖുർആനിനോട് നിങ്ങൾ അടുത്തു നോക്കൂ. കൂടുതൽ അടുക്കും തോറും അതിൻ്റെ അസ്റാറുകളും അജായിബുകളും മനസ്സിലാക്കാനും നമുക്കതിനോട് ഇഷ്ടമുണ്ടാവുകയും അത് നമ്മെ ഇഷ്ടപ്പെടുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മാറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ സംസാരം ദീർഘിച്ചു പോകുന്നു എന്ന് ഭയപ്പെടുന്നു. ഞാൻ അവസാനിപ്പിക്കാം. ഖുർആൻ പഠിക്കുക, അതിനൊരു തടസ്സവും പറയരുത്. ചെറിയ കുട്ടികൾ മുതൽ പഠനം തുടങ്ങണം. എൻ്റെ മക്കൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്നും ചെയ്യുന്നൊരു പണിയുണ്ട്. പെൺകുട്ടികൾ ഖുർആൻ എടുക്കും, പരിഭാഷ എടുക്കും. മുമ്പ് ഖത്തം ചെയ്തു, സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുന്നത് അർത്ഥസഹിതം വായിക്കുക എന്നുള്ളതാണ്. ഖുർആൻ മൊത്തം. ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുക, ഖുർആൻ മൊത്തം അർത്ഥം വായിച്ചിട്ടോ എന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ വായിച്ചിട്ട് മൊത്തം ഞാനിപ്പോൾ വായിച്ചിട്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ അമാനി മൗലവിയുടെ അല്ല, ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷ അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും 5-10 ആയത്തുകൾ അവരിങ്ങനെ എന്നും അത് വായിക്കും. രാത്രിയിലോ രാവിലെയോ ആയിട്ട് വായിക്കും. അത് വലിയൊരു പ്രതീക്ഷയാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അത് വായിച്ചു തീർത്തു എന്ന് പറയാം. എനിക്ക് പറയാം, ചെറുപ്രായത്തിൽ എൻ്റെ കുട്ടികളെ ഞാനത് വായിപ്പിച്ചു എന്ന് പറയാം. അപ്പം അത് നമ്മൾ ആ ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ഉയരണം എന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു സൗകര്യം ഒരുക്കി തന്ന TTQ കൊടിയത്തൂർ ബ്രാഞ്ചിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട്, നമുക്കയോടും മംഗലശുഭർക്ക് എല്ലാവരും പേര് പറയുന്നില്ല, എല്ലാവരോടും പ്രത്യേകമായി കൃതജ്ഞത ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ടും യാസിർ സാഹിബും മകനും അവതരിപ്പിക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. അവരെ രണ്ടുപേരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷവും ഈ വർഷവും റാങ്ക് കൊടിയത്തൂരിലെ നിങ്ങളുടെ ഒറ്റ ശ്രമം കൊണ്ട് മാത്രം തന്നെയാണ്. അപ്പോൾ അവസാന നിമിഷത്തിൽ എനിക്കറിയാം, വാട്സപ്പിൽ അത്രയും ശ്രമിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നും ഈ ഒരു പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഖുർആൻ്റെ പഠനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു പോയ മുഴുവൻ ആളുകളും ഖുർആൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ആ ഒരു രീതിയിൽ പഠനത്തിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ്റെ സാബിളാക്കി നമ്മയൊക്കെ മാറ്റിമാറാട്ടെ. തുടങ്ങാം. ആദ്യം റയ്യാൻ പാരായണം ചെയ്യുന്നതായിരുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. മരണം അത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്.
നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മൾ ഇപ്പം നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടത്, നമ്മുടെ വല്യമ്മമാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഇതേപോലെ നാമും ഒരു ദിവസം ഇവിടെ നിന്ന് വിട പറയാനുള്ള നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. മരണത്തോടു കൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആ മരണത്തിലേക്ക് നാം ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നതാണ്, ഓരോ നഫ്സും അത് മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക? അത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. നമുക്കറിയില്ല. ഇവിടുത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേ നമുക്കറിയുള്ളൂ പാസ്സായോ അല്ലേ എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് നാളെ പടച്ചോൻ്റെ അടുത്ത് എത്തുന്ന സമയത്താണ് പടച്ചോൻ്റെ റിസൾട്ട് നമുക്ക് തരിക. അവിടെ നമുക്ക് അനുകൂലമാണോ നമുക്ക് പ്രതികൂലമാണോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? അല്ലാഹുവിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നമ്മൾ ആലോചിച്ച് നോക്കുക, മരണം നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, വീടുകൾ, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരണം നമ്മളെ വെറുതെ വിടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരുപാട് വലിയ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടാവാം, അധികാരമുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. എന്നാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല അല്ലേ? അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. أينما تكونوا يدرككم الموت أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, നിങ്ങൾ ഒരു ബുറൂജിൻ മുഷയ്യദ, വലിയൊരു കോട്ടക്കുള്ളിൽ പോയി ഒളിച്ചാലും നിങ്ങളെ മരണം തേടി പിടിക്കുക തന്നെ ചെയ്യുമെന്ന്. നമ്മൾ ഓരോരുത്തരും അതാണ് ചിന്തിക്കേണ്ടത്. മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതെന്തായാലും നമ്മളെ കീഴടക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ എനിക്ക് ഏറെ എൻ്റെ മനസ്സിനെ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഖിയാമയിൽ. നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്ന ആയത്താണ്. സൂറത്തുൽ ഖിയാമയിലെ ആ ആയത്ത്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ. അല്ലാഹു മനുഷ്യനോട്, നമ്മോടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ വെറുതെ കഴിച്ചില്ലാവെന്ന് വിചാരിക്കുന്നുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് പടച്ചോനെ തിരിച്ചു കൊടുത്തു? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ കുറിച്ചിട്ട് പടച്ചോന് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എത്ര നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ഓരോ സെക്കൻഡുകളും ആ ഒരു ചിന്തയിലായിരിക്കണം. അതിലൂടെ ആ ഒരു അള്ളാഹുവിൻ്റെ ഓർമ്മയോടുകൂടി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചിന്തയോടുകൂടി മരണത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയണം. മരണം അത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഖിയാമയിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? അതെ. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഇവിടെയൊക്കെ പറയുന്നത് മരണത്തിൻ്റെ വേദനയെക്കുറിച്ചാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട ആവശ്യമില്ല. മരണം അത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ഖുർആനിലൂടെ വിശദീകരിച്ച് തരികയാണ്. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്, നമ്മളൊക്കെ എന്നും പാരായണം ചെയ്യുന്നതാണ്. പക്ഷേ മരണം അത് ആരെങ്കിലും ഒന്ന് മരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രയാസമോ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വേണ്ടപ്പെട്ടവരും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോവുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു ഇതിൽ പോവുകയാണ്. നമ്മളൊക്കെ മറന്നു പോവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം. എന്നിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായിട്ട് മാറാൻ ശ്രമിക്കുക. അത് മാത്രമേ നമുക്ക് നമ്മുടെ പരലോകത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നൽകുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജ്റിലെ നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്ത് അവസാനമായിട്ട് അതും കൂടി ഓതിയിട്ട് നമ്മൾ അവസാനിക്കാം. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين
وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. ആയത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനത്തെ ആയത്തിൽ പറയുന്നതാണ് വജീഅ യൗമഇദിൻ ബിജഹന്നം. നരകത്തെ കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ സമയത്താണ് മനുഷ്യന് ഓർമ്മ വരുന്നത്. എന്തൊക്കെ ഞാൻ ചെയ്തു, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ സമയത്ത് മനുഷ്യൻ പറയാണ് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ആ സമയത്താണ് മനുഷ്യൻ പറയാം എൻ്റെ നാശമേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പോൾ മനുഷ്യൻ വിലപിക്കും. ആ ഒരു സമയത്തേക്ക് നമ്മൾ നിൽക്കരുത്. അതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാം. അപ്പം പിന്നീട് പറയുന്നതാണ് ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസികു വസാഖഹു അഹദ്. അള്ളാഹു വന്ന് ആ ഒരു ശിക്ഷ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും കഠിനമായ ശിക്ഷയായിരിക്കും. അപ്പോൾ ആ ഒരു ശിക്ഷയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതിനെന്ത് വേണം? അത് തുടർന്ന് പറയും. മുകളിൽ പറഞ്ഞതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇനി പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. മനസ്സിന് തുമഅ്മിനിയത്ത് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? ഉണ്ടാവും. ഞാൻ ഇന്നാൾ ഞങ്ങളൊരു കുടുംബ ക്ലാസ്സിൽ പോയി ചോദിച്ച് നിങ്ങളൊക്കെ മരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ റെഡിയാണ്. കാരണം പിന്നെ പ്രായമായിട്ടുണ്ട്, നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ഞാനൊക്കെ ആലോചിച്ച് നോക്കാം, നമുക്ക് അങ്ങനെ ഒരു തുമഅ്മിനിയത്ത് കിട്ടിയിട്ടുണ്ടോ? മനസ്സിനൊരു സമാധാനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ കിട്ടിയുള്ള ആളുകളാണ് അള്ളാഹു വിളിക്കുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. മനസ്സിന് തുമഅ്മിനിയത്ത് കിട്ടിയ ആളുകൾക്കാണ് എന്തുള്ളതെന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ തൃപ്തിയും നമുക്ക് തൃപ്തി ഉണ്ടാകും. അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അപ്പം ആ ഒരു രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക. മനസ്സിന് സമാധാനവും ശാന്തിയൊക്കെ ലഭിക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ കൊണ്ടുപോരാ. ആയത്തുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, എല്ലാവർക്കും പരിചയമുള്ള ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത്. അത് ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫജ്റിൽ പറയുന്ന പോലെ യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ആ ഒരു റാദിയത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠിത്തവും ഈ ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു സമയവും ഖുർആൻ പഠനവും എല്ലാ ദിവസമുള്ള ഖുർആൻ പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും സാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു ഇട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ കലാമ് പഠിച്ചിട്ട് തണല് ലഭിക്കുന്ന യഥാർത്ഥ ദാസന്മാരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒപ്പം ഒരു ദുഃഖ കാര്യവും പറയാനുണ്ട്. സന്തോഷം ഒന്നല്ല, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ഈ പരിപാടി യാസർ സാഹിബ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. 81 മുതൽ 86 വരെ
കിണാശ്ശേരി മസ്ജിദുൽ മുജാഹിദിൻ്റെ കീഴിലുള്ള മദ്രസയിൽ അധ്യാപകനായിരുന്നു ഞാൻ. അന്ന് യാസർ സാറായിട്ടില്ല, അവിടെ ചെറിയ കുട്ടിയായി ക്ലാസ്സിൽ വന്നത്. ആ വരുന്ന രംഗം ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കഴിഞ്ഞ ആ ക്ലാസ്സിൽ ഇവിടെ വന്നിട്ട് യാസർ സാറിൻ്റെ ആ ക്ലാസ്സിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകൻ ശിഷ്യനായി വരികയാണ്. അങ്ങനെ വന്ന് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കീഴിൽ അവിടെ പഠിച്ചിട്ടുണ്ടെന്നോ. എന്നാൽ ഞാൻ അറിയുന്നല്ല, എനിക്കറിയില്ല. അപ്പോൾ ഈ രംഗത്ത് നമ്മൾ പഠിപ്പിച്ച ഒരാൾ അതിൻ്റെ ഒരു ചെറിയൊരു ആനുകൂല്യം എനിക്ക് കിട്ടണമെന്നുള്ള സന്തോഷം അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബത്തിനും ഒക്കെ ഏറ്റവും നല്ല ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ നല്ല അവസ്ഥകൾ നൽകുമാറാകട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ചൊല്ലുമാറാകട്ടെ. അത് മുഖേന അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്കും അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. മറ്റൊന്നുള്ളത്, ഈ കഴിഞ്ഞ 31-ാം തീയതി ഞാൻ എൻ്റെ മകൻ പറഞ്ഞ മാതിരി അദ്ദേഹം ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് നേടിയതെങ്കിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആനുമായി ബന്ധപ്പെട്ട് സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 31-ാം തീയതി 11 മണി മുതൽ 12 മണി വരെ അവൻ്റെ ഫിസിക്സിൻ്റെ PhD-യുടെ വൈവ കണ്ടുകൊണ്ടിരിക്കുക. അതിലിങ്ങനെ മനസ്സിലിങ്ങനെ 4 കൊല്ലം കൊണ്ട് തീരേണ്ട ഒരു സംവിധാനം 7 വർഷം എടുത്തു. അത് അദ്ദേഹത്തിൻ്റെ ഡീനിൻ്റെ ഒരു തകരാറായിരുന്നു. അപ്പം 7 വർഷം പൂർത്തിയാക്കി അദ്ദേഹം PhD ബിരുദം നേടിക്കഴിഞ്ഞു. അമ്മ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നുണ്ടല്ലോ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഡോക്ടർ അസീൽ അഹമ്മദ് എന്ന് പറയുന്ന ആളായി ഇപ്പം എൻ്റെ മകൻ മാറിയിട്ടുണ്ട്. ഫിസിക്സിലാണ് PhD എടുത്തിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തെയും അമ്മയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കേട്ട വിവരം, എൻ്റെ വാദ്യനമ്മയിലെ കോർഡിനേറ്ററായിരുന്നു, വിദ്യാഭ്യാസത്തിനൊക്കെ മേൽനോട്ടം വെച്ചിരുന്ന പേക്കാട് റഷീദ് മാഷ്. അദ്ദേഹം ഇവിടെ പലർക്കും അറിയാം, പലരും ബന്ധുക്കളായിരിക്കും. അറ്റാക്ക് വേദന വന്നിട്ട് ഇസ്രായേൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു. വൈകുന്നേരമായപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബഹുമാന്യനായ അധ്യാപകൻ്റെ ഇഹലോക ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. ഖബറിൽ അദ്ദേഹത്തിന് നന്മകൾ കൂടുതൽ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. തിന്മകൾ വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ഈ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ച അബൂബക്കർ സാഹിബ് ഇടക്കിടക്ക് വിളിക്കും, നിരന്തരം അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടെ, ഈ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലൊരംഗമായി ഞാനുണ്ടാകും. ഒന്നുകൂടി ചെയ്യാൻ കിട്ടുന്നിടത്തോളം സമയം ഉപയോഗപ്പെടുത്താം. അള്ളാഹു ആ സംരംഭവും ഏറ്റവും വിജയകരമാക്കി തുടങ്ങാനും നടത്തിക്കൊണ്ടുപോകാനും ഒക്കെ ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അം യഖൂലൂന ഇഫ്തറാ ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക ലിതുൻസിറ ഖൗമൻ മാ ആതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ TTQ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ TTQ സാരഥികൾക്കും ഇവിടെ നടന്ന സെക്കൻഡ് ബാച്ചിൻ്റെ അവാർഡ് ദാനവും 3-ാം ബാച്ചിലേക്കുള്ള അഡ്മിഷനും ആരംഭവും
ഇങ്ങനെയുള്ള എല്ലാ കാര്യവും വളരെ ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചു. അൽഹംദുലില്ലാ. പലരുടെയും ക്ഷണം ഉണ്ടായിട്ടും ആർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പലരെയും അവർക്കെല്ലാം എന്തെങ്കിലും പ്രയാസമുണ്ടായിരിക്കാം. അള്ളാഹു അതെല്ലാം ദൂരീകരിച്ച് കൊടുക്കുമാറാട്ടെ. പിന്നെ ഇവിടെ എത്തിയവരിൽ ആദ്യമായി നടന്ന ഖിറാത്ത് നടത്തിയ മഹദി മുംതാസ് ദേവിക്കും സ്വാഗതം പറഞ്ഞ ഷമീർ പീവിക്കും, കൂടാതെ ഈ സദസ്സ് നിയന്ത്രിച്ചു വന്ന ആസാദ് മാസ്റ്റർക്കും ആദ്യമായി നന്ദി പറയുന്നു. കൂടാതെ അൽഹംദുലില്ലാ ഇവിടെ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു വന്ന OC അബ്ദുൽ കരീം സാർ ഉദ്ഘാടനം നടത്തുകയും ഇവരെല്ലാവരും ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവരെല്ലാവരും TTQ പഠിതാക്കളാണ് എന്നുള്ളതാണ്. ഷമീർ, മുംതാസ് ദേവി, ആസാദ് മാസ്റ്റർ, കരീം സാർ എല്ലാവരും TTQൻ്റെ ഒരു പഠിതാക്കളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭൂതി. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും TTQൻ്റെ പഠിതാക്കളും അതിനോട് ഖുർആനെ സ്നേഹിക്കുന്നവരും കൂടാതെ ഖുർആനെ വളരെയധികം ഖുർആനുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാവും. TTQന് എന്ത് പരിപാടി ഉണ്ടായാലും ഇവിടെ എല്ലാവരും ഓടി ഇവിടെ എത്താറുള്ളവരാണ്. അതുകൊണ്ട് കൂടുതൽ അവരൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഉദ്ഘാടനം പിന്നെ ആശംസാ പ്രസംഗം നടത്തിയിട്ട, അതേപോലെ സമ്മാനദാനങ്ങൾ ഒരുപാട് നടത്തി കഴിഞ്ഞു. റാങ്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് കിട്ടിയ നമ്മുടെ കൊടിയത്തൂർ TTQൻ്റെ ഒന്നാം സമ്മാനകമായ ഹൈറുനിസക്കും, പിന്നെ മൂന്നാം സമ്മാനം കിട്ടിയ സുബൈദാവിക്കും വളരെ TTQൻ്റെ പേരിൽ ആത്മമായ ഒരു നന്ദി പ്രകാശിച്ചുകൊണ്ട് പിന്നെ പ്രഭാഷിക്കുകയും പിന്നെ ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ EN ജലീൽ സാറും, അതേപോലെ പിന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ നൗഷാദ് സാറും, കൂടാതെ ആശംസകൾ നടത്തിച്ച നിസാർ കുനിയിൽ, KCC അൻസാരി, സമ്മാനദാനങ്ങളെല്ലാം വിതരണത്തിന് എല്ലാം ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ സജീവമായി കിടന്ന ഇവരെല്ലാവരെയും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പേരിൽ TTQൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ നന്ദി പ്രകടനം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.